മുനെ ഗച്ഛാമഹേ സർവേ മുനിമണ്ഡലമണ്ഡിതം വിപിനം ദണ്ഡകം യത്ര ത്വമാജ്ഞാതുമിഹാർഹസി. ഹേ മുനി, ഞങ്ങളെല്ലാവരും മുനിസമൂഹത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ദണ്ഡകവന പ്രദേശത്തിലേക്ക് പോവാൻ വിചാരിക്കുന്നു. അതിന് കൽപ്പന തരുവാൻ അങ്ങൊന്നർഹനാകുന്നു. ആരണ്യകാന്ഡം. ചിത്രകൂടം വിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് മടങ്ങിപ്പോവാൻ തീർച്ചപ്പെടുത്തിയത് ഭരതൻ മടങ്ങിപ്പോയതിനു ശേഷം പിന്നെയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അയോധ്യയിൽ നിന്ന് പലപ്പോഴും ആളുകൾ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. അതാണ് അവിടം വിട്ടു പോവണമെന്ന് തീർച്ചപ്പെടുത്താൻ തന്നെ കാരണം. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള താപസികളോടൊക്കെ യാത്ര പറഞ്ഞ് ശ്രീരാമൻ സീതാലക്ഷ്മണന്മാരോടുകൂടി ചിത്രകൂടം വിട്ടു. ഭയങ്കരമായ ദണ്ഡകവനത്തിലേക്ക് പോവാനായി പുറപ്പെട്ടു. വളരെ വഴി നടന്ന് അന്ന് അത്രി മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി. അത്രി മഹർഷിയും അനസൂയാദേവിയും അവരെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അവരുടെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ച് അന്നവിടെ കഴിച്ചുകൂട്ടി. ദണ്ഡകവനത്തിലെ ആപത്തുകളെയും ഭയങ്കരതകളെയുമൊക്കെ അത്രി മഹർഷി അവർക്ക് വേണ്ട പോലെ പറഞ്ഞുകൊടുത്തു. പോവാനുള്ള മാർഗങ്ങളെയും താമസിക്കാനുള്ള താവളങ്ങളെയും പറഞ്ഞുകൊടുത്തു. ഏതായാലും പിറ്റേ ദിവസം പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ യാത്രയ്ക്കൊരുങ്ങി. യാത്ര പറയുന്ന സമയത്ത് അനസൂയാദേവി സീതയ്ക്ക് 2 കർണാഭരണങ്ങളും 2 വസ്ത്രങ്ങളും കുറെ കുറിക്കൂട്ടും പറഞ്ഞുകൊടുത്തു. അതൊക്കെ വാങ്ങി പതുക്കെ യാത്രയായി. അധികം താമസിയാതെ ഭയങ്കരവും നിബിഡവും ദുഷ്ടമൃഗങ്ങളുടെയും നരഭുക്കുകളായ രാക്ഷസന്മാരുടെയും സങ്കേതവുമായ ദണ്ഡകവനത്തിൽ പ്രവേശിച്ചു. ആദിത്യരശ്മി നിലം തട്ടാത്ത നിലയിൽ ഇടതൂർന്നു നിൽക്കുന്ന വനത്തിന്റെ ഭയാനകതയും ദുഷ്ടമൃഗങ്ങളുടെ അട്ടഹാസങ്ങളും അനന്തമായ വിജനതയും എല്ലാം കൂടി ആ ഘോരാടവി ആരെയും ഭയപ്പെടുത്തത്തക്കത് തന്നെ എന്ന് ബോധ്യമായി. അതിനാൽ ലക്ഷ്മണനോട് വില്ലിൽ ഞാൺ കെട്ടി ശരം തൊടുത്ത് തയ്യാറായിരിക്കാൻ പറഞ്ഞു. സീതയെ നടുവിലാക്കി രണ്ടാളും സീതയുടെ മുന്നിലും പിന്നിലുമായി നടന്നു. അങ്ങനെ കുറേ ദൂരം അത്യന്ത ദുർഗമമായ ആ ഘോരവനത്തിൽ കൂടെ സഞ്ചരിച്ചപ്പോഴേക്കും 3 ആളും ക്ഷീണിച്ച് തളർന്നു പരവശന്മാരായി. കുറച്ചു വിശ്രമിക്കാതെ വയ്യെന്നായി. അതിനാൽ അടുത്തു കണ്ടൊരു പൊയ്കയിലിറങ്ങി കൈകാൽ കഴുകി വെള്ളം കുടിച്ച് മരത്തണലിൽ വന്നിരുന്ന് വിശ്രമിച്ചു. വിരാധവധം. അങ്ങനെ കുറച്ചുനേരം ഇരുന്നപ്പോഴേക്ക് ആ കാട് മുഴുവൻ മാറ്റൊലിക്കൊണ്ട് ഞെട്ടിപ്പിക്കുമാറ് ഭയങ്കരമായൊരു അട്ടഹാസം അധികം ദൂരത്തു നിന്നല്ലാതെ കാട്ടിനുള്ളിൽ നിന്ന് കേട്ടു. സീതാദേവി ഞെട്ടി ഭയപ്പെട്ട് 4 ഭാഗവും നോക്കാൻ തുടങ്ങി. ശ്രീരാമൻ ധൈര്യപ്പെടുത്തി സമാധാനിപ്പിച്ചു. അധികം കഴിയുന്നതിനു മുൻപ് ആ അട്ടഹാസത്തിന്റെ കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ടാൽ മതി, എന്നാൽ തന്നെ മനുഷ്യൻ ഭയപ്പെട്ട് വീണു മരിക്കും. അത്രയും ഭയങ്കര സ്വരൂപിയായ ഒരു രാക്ഷസൻ. ജീവികളുടെ കുടൽമാലകളും എല്ലുകൊണ്ടുണ്ടാക്കിയ മാലകളുമാണ് അലങ്കാരം. ചന്ദ്രക്കല പോലുള്ള 2 ഭയങ്കര ദ്രംഷ്ടങ്ങൾ, ഉരുട്ടിമിഴിച്ച വട്ടക്കണ്ണുകൾ, മലപോലുള്ള ശരീരം, കയ്യിൽ വളരെ വലുതും കരാളവുമായൊരു ശൂലം. ആനയെയും മറ്റുമാണ് ശൂലത്തിൽ കുത്തിക്കോർത്ത് പിടിച്ചിരിക്കുന്നത്. ആകപ്പാടെ അത്യന്ത ബീഭത്സമായ ആ സത്വത്തിന്റെ കാഴ്ച തന്നെ അസഹ്യമെന്നേ പറഞ്ഞുകൂടൂ. കണ്ട ഉടനെ ആ രാക്ഷസൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് വായും പിളർന്ന് ശ്രീരാമനെയും സീതാലക്ഷ്മണന്മാരെയും വിഴുങ്ങാനായി പാഞ്ഞെടുത്തു. ഭഗവാൻ വില്ല് തയ്യാറാക്കി ശരം തൊടുത്തു. അത് കണ്ടപ്പോൾ അല്പം സങ്കോചത്തോടെ അവിടെ നിന്നുകൊണ്ട് ഭഗവാനോട് സംസാരിച്ചു. നിങ്ങൾ ആരാണ്, എന്തിനിവിടെ വന്നു എന്ന്. അത് കേട്ടപ്പോൾ ഭഗവാൻ ഉള്ള സംഗതികൾ വളരെ ചുരുക്കി പറഞ്ഞുകൊടുത്തു. അപ്പോൾ രാക്ഷസൻ വളരെ കാരുണ്യത്തോടുകൂടി മറുപടി പറഞ്ഞു. സീതയെ അവിടെ വിട്ട് 2 ആളും കൂടി ഓടിപ്പോവുന്ന പക്ഷം അവരെ തൽക്കാലം കൊല്ലുന്നില്ലെന്നാണ് രാക്ഷസന്റെ കാരുണ്യപൂർണമായ വാക്കിന്റെ ചുരുക്കം. ഭഗവാൻ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. ഉടനെ ഒരു ബാണം കൊണ്ട് രാക്ഷസന്റെ 2 കൈകളും മുറിച്ചു ഭഗവാൻ. അപ്പോൾ വായും പിളർന്ന് ഓടിവന്നു 2 കാലുകളെയും മുറിച്ചു. അതും കൊണ്ട് നിരാശനാവാതെ അവൻ പാമ്പുപോലെ ഇഴഞ്ഞുവന്ന് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ അവസാനമായി അവന്റെ കണ്ഠവും മുറിച്ചു ഭഗവാൻ. ചിറകറ്റ് പർവ്വതം വീഴുംപോലെ
ആ ഭയങ്കര സത്വം ചത്തുമറിഞ്ഞു വീണു. പെട്ടെന്ന് ആ ശരീരത്തെ വിട്ട ജീവൻ തേജസ്സേറിയ ഒരു ദിവ്യ സ്വരൂപത്തിൽ ആകാശത്തുനിന്ന് ഭഗവാനെ സ്തുതിച്ചു. വിരാതസ്തുതി. ഭഗവാൻ ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് നമസ്കാരം. ഞാനൊരു വിദ്യാധരനായിരുന്നു. പറയത്തക്ക കാരണമൊന്നുമില്ലാതെ ദുർവാസസു മഹർഷി ശപിച്ചാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഭാഗ്യം കൊണ്ട് ഇപ്പോൾ അവിടുത്തെ ദർശനം കിട്ടാനും ശപിക്കപ്പെട്ട രാക്ഷസ യോനിയിൽ നിന്ന് രക്ഷപ്പെടാനും ഇടയായല്ലോ. ഞാൻ ധന്യനായി. ഇനിയെങ്കിലും എന്റെ മനോബുദ്ധീന്ദ്രിയങ്ങൾ അങ്ങയെ വിട്ട് മറ്റൊന്നിൽ പോവാതിരിക്കത്തക്ക നിലയിൽ നിഷ്കളങ്കമായ ഭക്തി എനിക്കുണ്ടാവണേ. എന്റെ വാക്ക് അങ്ങയുടെ മഹിമകളെ വാഴ്ത്താനും എന്റെ മനസ്സ് അവിടുത്തെ ശ്രീമൂർത്തിയെ ധ്യാനിക്കാനും കൈകൾ അങ്ങയെ പൂജിക്കാനും ശിരസ് നമസ്കരിക്കാനുമുള്ളതായി തീരട്ടെ. ആ നിലയിൽ അനുഗ്രഹിക്കണേ. ഇപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ച വിദ്യാധരനെ അനുഗ്രഹിച്ചയച്ച ശേഷം ഭഗവാൻ പിന്നെയും സീതാലക്ഷ്മണന്മാരോടുകൂടി ഭയങ്കരമായ ആ കാട്ടിൽ കൂടെ നടന്നു തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്ക് ഒരാശ്രമ പരിസരത്തിലെത്തി. ശരഭംഗനെന്ന് പ്രസിദ്ധനായ ഋഷിയുടേതായിരുന്നു ആ പുണ്യാശ്രമം. തപസ്വി ലോകത്ത് വളരെ പേരുകേട്ടയാളായിരുന്നു ശരഭംഗ മഹർഷി. അദ്ദേഹത്തിന്റെ തപോവൈഭവം അപാരവുമാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്ര സ്വരൂപേണ അവതരിക്കാൻ പോവുന്നുണ്ടെന്ന വർത്തമാനം സിദ്ധന്മാരുടെ മുഖത്തുനിന്ന് കേട്ടപ്പോൾ ശരഭംഗന് 3 ശ്വാസകാലം മാത്രമേ ആയുസ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ 3 ശ്വാസം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. ശ്വാസഗതിയെ നിശേഷം നിരോധിച്ചവനെന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ശരഭംഗനെന്ന പേര് തന്നെ പ്രസിദ്ധമായി തീർന്നത്. ഇത്രയും തപപ്രഭാവവും ആത്മനിയന്ത്രണവും സാധിച്ച മറ്റൊരു തപസ്വി ഇല്ലെന്നാണ് പറഞ്ഞുവരാറ്. ശ്രീരാമനും അദ്ദേഹത്തിന്റെ യോഗ്യതകളൊക്കെ തപസ്വികളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. കാണണമെന്ന ആഗ്രഹവുമുണ്ടായിരുന്നു. അതിനാൽ ശരഭംഗാശ്രമത്തിലാണ് തങ്ങൾ എത്തിച്ചേർന്നതെന്നറിഞ്ഞപ്പോൾ ഭഗവാന് വളരെ സന്തോഷം തോന്നി. അന്തേവാസികൾ ഭഗവാന്റെ ആഗമന വൃത്താന്തത്തെ അറിയിച്ചപ്പോൾ അത്യന്തം സന്തുഷ്ടനായ ശരഭംഗൻ എഴുന്നേറ്റ് പുറത്തുവന്നു. വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോയി വിധിയാമണ്ണം പൂജിച്ച് സൽക്കരിച്ചു. അനന്തരം അദ്ദേഹം പറഞ്ഞു, ഹേ രാമചന്ദ്ര, കരുണാമയ, വളരെ കാലമായി ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടിവിടെ കഴിച്ചുകൂട്ടുന്നു. ഭാഗ്യം കൊണ്ട് ഇന്നെങ്കിലും എന്റെ ചിരകാല വാഞ്ചിതം സഫലമായല്ലോ. ഇനി എനിക്ക് ഈ ലോകത്തിലൊന്നും സാധിക്കേണ്ടതായിട്ടില്ല. ജീവിതം കൊണ്ട് സാധിക്കേണ്ടതെല്ലാം സാധിച്ചു കഴിഞ്ഞു. ഇനിയും ജീവിതത്തെ നീട്ടിക്കൊണ്ടു പോകുന്നത് അനാവശ്യമാണ്. അതിനാൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഞാൻ വളരെ തപസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വകയായി അനവധി സുഹൃതവും എന്നിലുണ്ട്. പക്ഷേ അതൊന്നും ഇന്നെനിക്കാവശ്യമില്ല. അതിനാൽ അവയെല്ലാം അങ്ങയിൽ അർപ്പിച്ച് ഞാൻ പരമപദം പ്രാപിക്കാൻ പോകുകയാണ്. അതിനങ്ങെന്നെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും വേണം എന്ന് പറഞ്ഞ് തന്റെ എല്ലാ സുഹൃതങ്ങളെയും ഭഗവാങ്കൽ അർപ്പിച്ചതായി സങ്കൽപ്പിച്ച് നമസ്കരിച്ചു. അനന്തരം എഴുന്നേറ്റ് ഭഗവാന്റെ അനുവാദത്തെയും അനുഗ്രഹത്തെയും വാങ്ങി വേഗത്തിലൊരു ചിതകൂട്ടി അഗ്നി കത്തിച്ച് ജ്വലിപ്പിച്ചു. വീണ്ടും ഭഗവാനെയും അഗ്നിയെയും വണങ്ങി ചിതാഗ്നിയിൽ ശരീരത്തെയും വിട്ട് പരമപദത്തെ പ്രാപിച്ചു ശരഭംഗ യോഗീശ്വരൻ. ഈ വർത്തമാനം വളരെ വേഗത്തിൽ ദണ്ഡകാരണ്യത്തിലെ ഋഷികവാടത്തിൽ മുഴുവൻ പരന്നു. കേട്ടുകേട്ട് ഋഷികളൊക്കെ ശരഭംഗാശ്രമത്തിലേക്ക് ഓടിവന്നു. എങ്കിലും അവരൊക്കെ എത്തിക്കഴിയുന്നതിനു മുമ്പ് തന്നെ ശരഭംഗ ശരീരം ഭസ്മമായി കഴിഞ്ഞു. ശരഭംഗയോഗിയുടെ യോഗവൈഭവവും തപശക്തിയും സ്മരിച്ച് എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു നമസ്കരിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും അവരെല്ലാവരും ഭക്തി ബഹുമാനങ്ങളോടെ വണങ്ങി. ഓരോരുത്തരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു. ദണ്ഡകാരണ്യത്തിലെ ഋഷികവാടങ്ങളെയും ആശ്രമങ്ങളെയും തപസ്വികളെയും ഭഗവാന് പരിചയപ്പെടുത്തിക്കൊടുത്തു. അനന്തരം അവർ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോയി കുന്നുപോലെ കൂട്ടിക്കിടക്കുന്ന മനുഷ്യാസ്ഥികളെയും തലയോടുകളെയും കാണിച്ചുകൊടുത്തു. വേണ്ടത്ര തപശക്തി കിട്ടാതെ ദുർബലന്മാരായിരുന്ന തപസ്വികളെ രാക്ഷസന്മാർ കൊന്നു മുടിച്ചതിന്റെ സ്മാരകമാണതെന്നും അറിയിച്ചു. ഏറ്റവും ദയനീയമായ ആ കാഴ്ച രാമചന്ദ്രന്റെ ഹൃദയത്തെ അതീവ ആർദ്രമാക്കി. ആവേശഭരിതനായ ഭഗവാൻ ദണ്ഡകാരണ്യത്തിലെ സകല രാക്ഷസന്മാരെയും കൊന്നു നിർഭയമാക്കി തീർക്കുന്നുണ്ടെന്ന് ആ ഋഷിസംഘത്തിന്റെ മുമ്പിൽ വെച്ച് അപ്പോൾ തന്നെ പ്രതിജ്ഞയും ചെയ്തു. അനന്തരം
തപസ്വികളെയൊക്കെ അയച്ച ശേഷം ഭഗവാൻ അന്ന് വൈകുന്നേരമാവുമ്പോഴേക്ക് സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേരുന്നത്. ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും അസാധാരണ വീരശാലിയും പ്രസിദ്ധനുമായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് സുധീഷ്ണൻ. അതീവ രാമഭക്തനുമാണ്. തന്റെ ആരാധ്യ ദേവതയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്വയമേവ തന്റെ ആശ്രമത്തിലേക്ക് തന്നെ കാണാനെത്തിയ വർത്തമാനമറിഞ്ഞ സുധീഷ്ണൻ അത്യന്ത ചരിതാർത്ഥനായി. ഭക്തി ബഹുമാന പരവശനായി വേഗത്തിൽ സൽക്കരിച്ചു പൂജിച്ചു. ഭക്തിപരവശനായി വീണ്ടും വീണ്ടും നമസ്കരിച്ച് സ്തുതിക്കുകയും ചെയ്തു. കരുണാമയനായ ഭഗവൻ രാമചന്ദ്ര, അഗതിയായ ഇവനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങിവിടേക്ക് എഴുന്നള്ളിയത്. അല്ലെങ്കിൽ അങ്ങയുടെ പാദദാസനും സംസാരഭയം കൊണ്ട് ആർത്തനുമായ ഇവനെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? ഗൃഹകുടുംബ ധനാന്യാദി ഭയങ്കര ജന്തുക്കളാൽ ഭയാനകമായ സംസാര സമുദ്രത്തിൽ ഇനിയെങ്കിലും വീഴാനിടയാക്കരുതേ. എല്ലാ ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് അങ്ങ് സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അങ്ങയുടെ മന്ത്രോപാസന ചെയ്യാത്തവരെ മായാവരണം കൊണ്ട് മറയ്ക്കുന്നു. ഭക്തിയോട് കൂടുംവണ്ണം അങ്ങയെ ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ചിത്തത്തിൽ തെളിഞ്ഞു പ്രകാശിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മായാശക്തി ഇവനെ ആവരണം ചെയ്യരുതേ. ഏകനായിരിക്കുന്ന അങ്ങ് ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപേണ ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ലീലകളെക്കൊണ്ട് മായാശക്തിയിൽ രമിക്കുന്നു. അങ്ങയെ ആശ്രയിച്ചു ഉപാസിക്കുന്ന സുഹൃതികൾ ഈ തത്വത്തെ അറിഞ്ഞ് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങയിൽ ലയിക്കുന്നു. അല്ലാത്തവർ സംസാരത്തിൽ വലയുകയും ചെയ്യുന്നു. ഇവനിനിയെ സംസാരത്തിൽ ഉഴലാനിടയാവരുതേ. എല്ലാ കരണങ്ങളും എപ്പോഴും അങ്ങയിൽ തന്നെ ലയിക്കുമാറാകണേ. അങ്ങയുടെ ദിവ്യസ്വരൂപം എപ്പോഴും എന്റെ ചിത്തത്തിൽ പ്രകാശിച്ചു കാണുമാറാകണേ എന്നിങ്ങനെ സ്തുതിച്ചു നമസ്കരിച്ചു. അന്നേ ദിവസം അദ്ദേഹത്തിന്റെ ആതിഥ്യവും സ്വീകരിച്ച് അവിടെ താമസിച്ചു ഭഗവാൻ. പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളും കഴിഞ്ഞ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. തന്റെ ഗുരുസന്നിധിയിലേക്കാണ് ഭഗവാന്റെ യാത്രയെന്നറിഞ്ഞപ്പോൾ സുധീഷ്ണ മഹർഷിയും കൂടെ പുറപ്പെട്ടു. അങ്ങനെ പോയി മധ്യാഹ്നമായപ്പോഴേക്കവർ അഗസ്ത്യ മഹർഷിയുടെ അനുജന്റെ ആശ്രമത്തിലെത്തി. അന്നേ ദിവസം അദ്ദേഹത്തിന്റെ ആതിഥ്യവും സ്വീകരിച്ച് അവിടെ താമസിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അസംഖ്യം കുടീരങ്ങളെക്കൊണ്ടും പർണശാലകളെക്കൊണ്ടും ധാരാളം ബ്രഹ്മഋഷികളാലും രാജഋഷികളാലും മറ്റ് തപസ്വികളാലും അന്തേവാസികളായ ബ്രഹ്മചാരികളാലും ഫലപുഷ്പ നിബിഡങ്ങളായ വൃക്ഷലതാദികളാലും മനുഷ്യരോട് തുല്യഭാവത്തിൽ സഹകരിക്കുന്ന പക്ഷിമൃഗാദികളാലും ബ്രഹ്മലോകമെന്ന പോലെ ശോഭിക്കുന്ന പരിപാവനമായ അഗസ്ത്യാശ്രമത്തിന്റെ പരിസരത്തിലെത്തിച്ചേർന്നു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ സുധീഷ്ണൻ ആശ്രമത്തിനകത്ത് ചെന്ന് അന്തേവാസികളുടെ മധ്യത്തിൽ ഇരുന്നരുളുന്ന ഋഷിശ്രേഷ്ഠനായ അഗസ്ത്യനെ വിവരം ധരിപ്പിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സമേതനായി ആശ്രമത്തിൽ വന്ന് തന്നെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന വർത്തമാനം കേട്ട ഉടനെ സന്തോഷം കൊണ്ട് മതിമറന്ന അഗസ്ത്യ മഹർഷി വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. താൻ സ്വയമേവ ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടി ആശ്രമത്തിന്റെ ബഹിർദ്വാരത്തേക്കിറങ്ങി നടക്കുകയും ചെയ്തു. സുധീഷ്ണൻ വളരെ ഭക്തിയോടെ തന്റെ ഗുരുവിന്റെ നിർദ്ദേശത്തെ ഭഗവാനെ അറിയിച്ചു വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോന്നു. ആശ്രമദ്വാരത്തിലെത്തിയപ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവൻ എന്ന പോലെ തേജോമയനും ജ്ഞാനസ്വരൂപിയുമായ അഗസ്ത്യ മഹർഷിയെ കണ്ട് വർദ്ധിച്ച ഭക്തി ബഹുമാനങ്ങളോടെ ഭഗവാൻ സീതാലക്ഷ്മണന്മാരോടുകൂടി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മഹർഷീശ്വരൻ അവരെ അനുഗ്രഹിച്ചെഴുന്നേൽപ്പിച്ച് അന്യോന്യം കുശലപ്രശ്നം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോന്ന് ആശ്രമാന്തർഭാഗത്തിരുത്തി ഉചിതമാമണ്ണം സൽക്കരിച്ചു പൂജിച്ചു. അനന്തരം തത്വസംഫുല്ലങ്ങളായ വാക്യങ്ങളെക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അഗസ്ത്യസ്തുതി. നാമരൂപാത്മകമായ ഈ ജഗത്തുണ്ടാവുന്നതിനു മുൻപ് ഏകവും അദ്വിതീയവും സത്താമാത്രവും ജ്യോതിരൂപവുമായ പരചൈതന്യം മാത്രമായിരുന്നു. ഹേ രാമ, അങ്ങാകുന്ന ആ പരചൈതന്യത്തിൽ നിന്ന് യാദൃച്ഛികമായി ഇച്ഛാസ്വരൂപിണിയായ ഒരു ശക്തി സ്ഫുരിച്ചു വികസിച്ചു. പ്രസ്തുത ശക്തിയോടുകൂടി ചേർന്ന അല്ലെങ്കിൽ പ്രസ്തുത ശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ട അങ്ങയെ തന്നെയാണ് അവ്യാകൃതമെന്നും മായയെന്നും വേദാന്തികൾ പറയുന്നത്. അങ്ങയുടെ പ്രചോദനം ഹേതുവായിട്ട് അവ്യാകൃതത്തിൽ നിന്ന് മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വവും ഉണ്ടായി. പ്രസ്തുത രണ്ട് തത്വങ്ങളിൽ കൂടെ അങ്ങാകുന്ന അവ്യാകൃതം അല്ലെങ്കിൽ പ്രകൃതി 3 സ്വരൂപത്തിൽ വികസിച്ചു. പ്രസ്തുത 3 സ്വരൂപങ്ങൾ തന്നെ പ്രസിദ്ധങ്ങളായ
സത്വരജസ്തമോ ഗുണങ്ങൾ. ഗുണങ്ങളുടെ ചേർച്ചകൊണ്ട് അഹം തത്വത്തിന് 3 രൂപങ്ങളുണ്ടായി. സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, തമോ ഗുണാഹങ്കാരം. ഇങ്ങനെ അവയിൽ സത്വഗുണാഹങ്കാരത്തിന്റെ പരിണാമത്തിൽ കൂടെ അന്ധഃകരണവും അതിദേവതമാരുമുണ്ടായി. രജോ ഗുണാഹങ്കാരത്തിന്റെ പരിണാമത്തിൽ കൂടെ ഇന്ദ്രിയങ്ങളും പ്രാണനും വികസിച്ചു. തമോമയാഹങ്കാരത്തിൽ കൂടെ 5 ഭൂതതന്മാത്രകൾ വികസിച്ചു. അവയിൽ നിന്ന് പ്രസിദ്ധങ്ങളായ പഞ്ചഭൂതങ്ങളും. പറയപ്പെട്ട തത്വങ്ങളെല്ലാം കൂടി ചേർന്ന പിണ്ഡാകാരമായ തത്വസമുച്ചയത്തെ സൂത്രാത്മാവെന്നും ഹിരണ്യഗർഭനെന്നും പറയുന്നു. അങ്ങയുടെ സൂക്ഷ്മോപാധിയായ ഹിരണ്യഗർഭസ്വരൂപം അങ്ങയുടെ പ്രചോദനത്താൽ കാലം കൊണ്ട് പൊട്ടി വികസിച്ചു. അതുതന്നെ അവിടുത്തെ സ്ഥൂലോപാധിയായ വിരാട് സ്വരൂപം. 14 ലോകങ്ങളാകുന്ന അവയവങ്ങളോടും ഉപാവയങ്ങളോടും കൂടിയ അവിടുത്തെ വിരാട് സ്വരൂപം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അങ്ങ് തന്നെ സൃഷ്ടിക്കു വേണ്ടി രജോ ഗുണത്തിൽ കൂടെ ബ്രഹ്മദേവനായും സ്ഥിതിക്കു വേണ്ടി സത്വഗുണത്തിൽ കൂടെ വിഷ്ണുവായും സംഹാരത്തിനു വേണ്ടി തമസിൽ കൂടെ രുദ്രനായും വികസിക്കുന്നു. സങ്കല്പം മാത്രം കൊണ്ട് എത്രയോ കോടാനുകോടി ജീവരാശികളെയും അവരുടെ ഭുക്തിക്കുള്ള വിഷയസഹസ്രങ്ങളെയും സൃഷ്ടിച്ചും സംഹരിച്ചും ഗുണമയനായി വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ഗുണാത്മകമായ സംസാരത്തിന്റെ വികാസത്തിനാസ്പദമായ ബുദ്ധിവൃത്തികളാകുന്ന ജാഗ്രതാ ദിവ്യസ്ഥാത്രയത്തിന് കേവലം സാക്ഷിമാത്രനായും പരമനിർഗുണനായും വിളങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള അവിടുത്തെ അപ്രമേയമായ വൈഭവത്തെ അറിയാതെ സംസാരത്തിൽ ജനിച്ചും മരിച്ചും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്മാരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ അപ്പോഴപ്പോൾ പല യോനികളിലും അവതരിച്ചുവന്ന് അവിടുത്തെ ദിവ്യമഹിമയെ ജീവരാശികൾക്ക് വേണ്ടി വെളിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവതാര സ്വരൂപത്തെയാണ് അങ്ങിപ്പോൾ ധരിച്ചിരിക്കുന്നത്. പണ്ട് ബ്രഹ്മദേവനോട് ശ്രീ വൈകുണ്ഠത്തിൽ വെച്ച് അരുളി ചെയ്തപ്പോൾ തന്നെ അങ്ങ് അയോധ്യയിൽ ദശരഥപുത്രനായി അവതരിപ്പിക്കാൻ പോവുന്നുണ്ടെന്നറിവായിട്ടുണ്ട്. അപ്പോൾ മുതൽ ഇതുവരെയും അങ്ങയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ തപോനിഷ്ഠനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഭാഗ്യം കൊണ്ട് ഇന്നെന്റെ ആഗ്രഹം സഫലമായി. ഹേ രാമചന്ദ്ര, പരമപുരുഷ, അങ്ങയുടെ ദർശനം കൊണ്ടുതന്നെ ഞാൻ ധന്യനായി. എന്റെ ജീവിതം സഫലവുമായി. അതിനാൽ ഹേ രഘുവീര, ഇനി അങ്ങെന്നും സീതാലക്ഷ്മണ സമേതനായി എന്റെ ചിത്തത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കണേ. അവതാരോദ്ദേശമായ രാക്ഷസ നിഗ്രഹം ചെയ്ത് ഈ ജഗത്തിന്റെ ആപത്തകറ്റുമാറാകണേ എന്നിപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ച് രാക്ഷസ നിഗ്രഹത്തിനു വേണ്ടി മഹേശ്വരദത്തമായ വില്ലിനെയും ശരങ്ങൾ അവസാനിക്കാത്ത 2 ആവനാഴികളെയും ഒരു ഖർഗത്തെയും ഭഗവാന് സമർപ്പിച്ചു. അനന്തരം അവിടെ നിന്ന് 2 യോജന ദൂരത്തുള്ള പഞ്ചവടി എന്ന സ്ഥലത്ത് താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിർദ്ദേശിച്ചു കൊടുക്കുകയും അവിടേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഋഷിയുടെ ഭക്തിപുരസരമുള്ള ഉപചാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അന്നു മുഴുവൻ ഭഗവാൻ അഗസ്ത്യാശ്രമത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചവടിയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. സീതാലക്ഷ്മണന്മാരോടുകൂടി പഞ്ചവടി മാർഗത്തിൽ കൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കെ ഏതാണ്ട് പഞ്ചവടിയെ സമീപിക്കാറായപ്പോൾ മാർഗമധ്യത്തിൽ പർവ്വതം പോലുള്ള ഏതോ ഒരു സത്വം കിടക്കുന്നത് കണ്ടു. ആകൃതി കൊണ്ട് പർവ്വത സമാനമാണെങ്കിലും പർവ്വതമാണെന്ന് വിചാരിക്കാൻ വയ്യ. ചില അവയവങ്ങളുണ്ട്, ചലനവുമുണ്ട്. അതിനാൽ പർവ്വതമല്ല, ഒരു ജീവിയാണ്. പക്ഷേ അതെന്ത് ജീവിയാണെന്നറിയാൻ കഴിയുന്നില്ല. രാക്ഷസന്മാർക്ക് പല ഗൂഢതന്ത്രങ്ങളുമുണ്ട്. അതിലേതെങ്കിലും ചില തന്ത്രം പ്രയോഗിച്ചു കിടക്കുന്ന ഏതോ രാക്ഷസനായിരിക്കണം എന്ന് തോന്നിയ ഭഗവാൻ ഉടനെ ലക്ഷ്മണനോട് വില്ലും ശരങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയാക്രാന്തനായ ജടായു വേഗത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ വണങ്ങി താൻ ദശരഥ രാജാവിന്റെ ചിരകാല സുഹൃത്തായിരുന്നുവെന്നും വളരെ കാലമായി പഞ്ചവടിയിൽ താമസിച്ചു വരികയാണെന്നും ഗൃധ്രവർഗത്തിൽപ്പെട്ടവനാണെന്നും ജടായു എന്നാണ് പേരെന്നുമൊക്കെ പറഞ്ഞു. മാത്രമല്ല പഞ്ചവടിയിൽ തന്നെ താമസമുറപ്പിക്കാൻ പോവുന്ന ശ്രീരാമനും തന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടാവുമെന്നുകൂടി പറഞ്ഞു. ഭഗവാന് വളരെ സന്തോഷമായി. നല്ല വാക്കുകളെക്കൊണ്ട് ജടായുവിനെ സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അവിടെ തന്നെ താമസിക്കാൻ നിർദ്ദേശവും കൊടുത്ത് ഭഗവാൻ പിന്നെയും മുന്നോട്ടു പോയി. പാവനമായ പഞ്ചവടി വനത്തിന്റെ മധ്യത്തിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന
ഗോദാവരി നദിയുടെ വടക്കേക്കരയിലെത്തി വിശ്രമിച്ചു. അവിടെ തന്നെ താമസമുറപ്പിക്കാനും തീർച്ചപ്പെടുത്തി. ലക്ഷ്മണന്റെ വിദഗ്ധമായ കരകൌശലങ്ങളുടെ പ്രതീകങ്ങളായി 2 പർണശാലകൾ പൊന്തിവന്നു. ഒന്നിൽ ഭഗവാനും സീതാദേവിയും താമസമുറപ്പിച്ചു, മറ്റേതിൽ ലക്ഷ്മണനും. നരഭുക്കുകളായ രാക്ഷസന്മാരുടെയും ഭയങ്കരങ്ങളായ കാട്ടുമൃഗങ്ങളുടെയും മധ്യത്തിൽ പറയത്തക്ക സഹായികളൊന്നുമില്ലാതെ സുരക്ഷിതമല്ലാത്ത പർണശാലയിൽ സമാധാനത്തോടുകൂടി കഴിച്ചുകൂട്ടുകയെന്നത് എത്ര വിഷമം പിടിച്ചൊരു കാര്യമാണ്. എങ്കിലും സത്യമാകുന്ന പോർച്ചട്ടയണിഞ്ഞ്, ത്യാഗമാകുന്ന വില്ലിൽ സേവനമാകുന്ന ശരം തൊടുത്ത് സന്നദ്ധരായ ആ ധർമ്മയോദ്ധാക്കൾക്ക് എവിടമാണ് സുരക്ഷിതമല്ലാത്തത്? ആരണ്യകാണ്ഡത്തിൽ വിവരിക്കാൻ പോകുന്ന അതിപ്രധാനങ്ങളായ കഥാഭാഗങ്ങൾക്ക് പറ്റിയ രംഗസജ്ജീകരണമാണ് ഇത്രയും കഥാഗോളം കൊണ്ടിവിടെ സാധിച്ചത്. അയോധ്യ കഴിഞ്ഞാൽ പിന്നെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയാണ് രാമായണത്തിലെ അതിപ്രധാനമായ മറ്റൊരു രംഗം. കഥയുടെ പൂർവാർദ്ധത്തിന്റെ രംഗം എപ്രകാരം അയോധ്യയാണോ, അതുപോലെ ഉത്തരാർദ്ധത്തിന്റെ രംഗം പഞ്ചവടിയുമാണ്. പൂർവാർദ്ധത്തിലെ മർമ്മം കുസൃതിക്കാരത്തിയായ മന്ധരയാണെങ്കിൽ ഉത്തരാർദ്ധത്തിലെ മർമ്മം കാമാന്ധയായ ശൂർപ്പണഖയുമാണ്. പൂർവാർദ്ധം മുഴുവൻ മന്ധര ഹേതുവായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഉത്തരാർദ്ധം മുഴുവൻ ശൂർപ്പണഖ ഹേതുവായിട്ടാണ് നടക്കുന്നത്. പൂർവാർദ്ധത്തിന്റെ ബീജാവാപം അയോധ്യയിലാണെങ്കിൽ ഉത്തരാർദ്ധത്തിന്റെ ബീജാവാപം പഞ്ചവടിയിലാണ്. അതിനാൽ ഇനി മേലോട്ടുള്ള കഥയുടെ മുഴുവൻ തന്നെയും ബീജം പഞ്ചവടിയിലാണ് ഇരിക്കുന്നത്. അതിനാൽ അതിപ്രധാനമായൊരു രംഗമാണ് പഞ്ചവടി. പ്രസ്തുത രംഗത്തിന്റെ ആവിഷ്കരണമാണ് ആരണ്യകാണ്ഡത്തിൽ ഇതുവരെ പറഞ്ഞ കഥാഭാഗം കൊണ്ട് സാധിച്ചത്. ഇനി അതിന്റെ താത്വിക വശവും പരിശോധിക്കാം. ചിത്രകൂടത്തിൽ താമസിക്കുന്നതുകൊണ്ട് ക്ലേശനിവൃത്തിക്ക് വേണ്ടിയായിരുന്നുവല്ലോ ശ്രീരാമൻ ദണ്ഡകവനത്തിലേക്ക് പുറപ്പെട്ടത്. ദണ്ഡകവനത്തിൽ കടന്ന ഉടനെ ആദ്യം കണ്ടത് വിരാധനെയാണ്. കണ്ട ഉടനെ തന്നെ വിരാധൻ ശ്രീരാമനെ ഒന്നിച്ചു വിഴുങ്ങാനാണ് പുറപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് വിരാധനെ കൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. സംസാരത്തിന്റെ അഗാധതയിലേക്കിറങ്ങാൻ കഴിഞ്ഞു. പലതരത്തിലുള്ള ചുമതലകൾ വന്ന് തന്നെ ഒട്ടാകെ വിഴുങ്ങും. കുറച്ച് തന്റെയിടമില്ലെങ്കിൽ അതിൽ വീണ് നശിക്കുക തന്നെ ചെയ്യും. പലതരത്തിലുള്ള ചുമതലകളുടെ സമുച്ചയത്തെയാണിവിടെ വിരാധനായി ചിത്രീകരിച്ചിരിക്കുന്നത്. തന്റെ ചുമതല ബ്രഹ്മനിഷ്ഠയും ആത്മസാക്ഷാത്കാരവും മാത്രമാണെന്നും ബാക്കിയെല്ലാം പ്രാരബ്ധമാണെന്നും ഓർമ്മയില്ലെങ്കിൽ വിരാധൻ വിഴുങ്ങിയത് തന്നെ. അതായത് ഗൃഹകുടുംബധന സമ്പദാദി ചുമതലകൾ മുഴുകി നശിച്ചതു തന്നെ. വിരാധനെ കൊന്നു നോക്കിയപ്പോൾ അവൻ രാക്ഷസനല്ല, വിദ്യാധരനാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. വിവേകം കൊണ്ട് സംസാരത്തിലെ ചുമതലകളെ തട്ടി നീക്കിയപ്പോൾ പരമാർത്ഥത്തിൽ തന്റെ ചുമതല ബ്രഹ്മവിദ്യാധാരണം മാത്രമാണെന്നും ബാക്കിയെല്ലാം ഭ്രാന്തി കൊണ്ട് തോന്നപ്പെട്ടതാണെന്നും ബോധ്യമായി. വിരാധനെ കൊന്നതുകൊണ്ട് പിന്നെ എത്രയോ തപസ്വികളെ കാണാനും അവരിൽ നിന്നും പലതും ഗ്രഹിക്കാനും സാധിച്ചു. അതായത് ലോകബന്ധങ്ങളിൽ കുടുങ്ങാതെ അധ്യാത്മവിദ്യാധരണം ചെയ്തതുകൊണ്ട് പിന്നീട് സത്സംഗം സാധിച്ചു. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നിന്ന് പല തത്വങ്ങളെയും ഗ്രഹിക്കാനും സാധിച്ചു. എല്ലുകളുടെയും ശിരസുകളുടെയും കൂമ്പാരത്തെ അവർ കാണിച്ചുകൊടുത്തു. കഴിഞ്ഞുപോയ കോടാനുകോടി ജന്മങ്ങളും പ്രസ്തുത ജന്മങ്ങളിലെ ശരീരാസ്ഥികളും ശിരക്കപാലങ്ങളും ഒരിടത്തു കൂടിച്ചേർന്നാലുണ്ടാകാവുന്ന അവസ്ഥയെ ഓർമ്മിപ്പിച്ചു എന്ന് താൽപര്യം. ഇത്രയനവധി അസ്ഥികളെയും ശിരസുകളെയും കിട്ടിയിട്ടും അവയെല്ലാം ഉപേക്ഷിച്ചിട്ടും തനിക്കിതുവരെ മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും ചില എല്ലിൻ കഷ്ണങ്ങളിലും തലയോടിന്മേലും അഭിമാനിച്ചും അഹങ്കരിച്ചും കഴിയുകയാണെന്നും ഇവയും താമസിയാതെ പോവുന്നതാണെന്നും ഉത്ബോധിപ്പിച്ചുവെന്നും താൽപര്യം. പ്രാണനും മനസ്സും നിശ്ചലമായി എപ്പോഴും തടസ്സമില്ലാതെ അമൃതസ്വരൂപിണിയായ ശാന്തിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ശരഭംഗത്വം. സംസാര വ്യവഹാരം കൊണ്ട് നഷ്ടപ്പെടുന്നു എന്നത് തന്നെ ശരഭംഗന്റെ ശരീരത്യാഗം. എത്ര തന്നെ ജ്ഞാനിയോ ബ്രഹ്മനിഷ്ഠനോ ആയാലും സംസാര വ്യാപാരത്തിൽ മുഴുകിയാൽ അവന്റെ ചില അനുഭവങ്ങൾക്കെങ്കിലും കുറവ് വരാതെ വയ്യ. അതാണ് ദണ്ഡകാരണ്യത്തിൽ കടന്നപ്പോൾ വിരാധനെ കൊന്നുവെങ്കിലും ലൗകിക ചുമതലകളെ അകറ്റിയെങ്കിലും ശരഭംഗൻ ശരീരത്യാഗം ചെയ്തു എന്ന് പറഞ്ഞത്. സത്സംഗം എല്ലാറ്റിനും നിവൃത്തിയുണ്ടാക്കും. സത്സംഗം കൊണ്ട് അതിനും നിവൃത്തി കിട്ടി. നഷ്ടപ്പെട്ട ശാന്തി വീണ്ടെടുക്കാനുള്ള ഉപദേശം അവരിൽ നിന്ന് കിട്ടിയെന്ന് താൽപര്യം. അഗസ്ത്യ മഹർഷി രാക്ഷസവധത്തിന് വില്ലും ആവനാഴികളും വാളും കൊടുത്തുവല്ലോ, അതുതന്നെ ഉപദേശം. പ്രണവം വില്ലും ജീവൻ ശരവും അല്ലെങ്കിൽ ആവനാഴിയും ജ്ഞാനം വാളുമാണ്. ചിത്തത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന നാമരൂപാത്മകങ്ങളായ വിക്ഷേപങ്ങൾ രാക്ഷസന്മാരും. വിക്ഷേപങ്ങളെ അകറ്റി ചിത്തത്തെ ഏകാഗ്രമാക്കി നഷ്ടപ്പെട്ട ശാന്തിയെ വീണ്ടെടുത്തനുഭവിക്കാനുള്ള വിദ്യ തന്നെ അത്. പ്രസ്തുത വിദ്യയാണ് അഗസ്ത്യ മഹർഷി കൊടുത്തത്.
അനന്തരം പഞ്ചവടിയിൽ താമസിക്കാനും പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങി ഏകാഗ്രമായ ചിത്തം തന്നെ പഞ്ചവടി. ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ജീവന്റെ അധ്യാത്മ സംസ്കാരം തന്നെ ജടായു. ജടായുവിന്റെ കാവലോടുകൂടി പഞ്ചവടിയിൽ സീതയെ വിനോദിപ്പിച്ചുകൊണ്ട് താമസമുറപ്പിച്ചു. അധ്യാത്മ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ബ്രഹ്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ട് തന്നെ ഏകാഗ്രമായ ചിത്തം കൊണ്ട് ശാന്തി സുഖത്തെയും നുകർന്ന് പ്രാരബ്ധത്തെ അനുഭവിച്ചു എന്നർത്ഥം. ഇങ്ങനെയുള്ള ഏറ്റവും നിഗൂഢമായ തത്വരഹസ്യങ്ങളോടുകൂടിയതാണ് ആരണ്യകാണ്ഡത്തിലെ പറയപ്പെട്ടിടത്തോളം കഥാഭാഗം. ഏറ്റവും രസകരമായൊരു വേദാന്ത പ്രകരണമാണ് അടുത്ത പ്രതിപാദനം. പുരാണേതിഹാസങ്ങൾ പ്രായേണ വേദാന്ത പ്രകരണങ്ങളാണ്. എങ്കിലും കഥാരൂപത്തിലാകയാൽ വേദാന്ത തത്വം കഥകളിൽ അന്തർലീനങ്ങളാണ്. അതിനാൽ അവിടവിടെ പ്രത്യക്ഷമായി തന്നെ വേദാന്ത പ്രകരണങ്ങളെ പ്രതിപാദിക്കുകയെന്നത് പുരാണേതിഹാസങ്ങളുടെ ഒരു സമ്പ്രദായമാണ്. ആ പാരമ്പര്യത്തെ പുരസ്കരിച്ചാണ് ഇവിടെയും ലക്ഷ്മണോപദേശമെന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്ന വേദാന്ത പ്രകരണം. അതിന്റെ സ്വരൂപത്തെ വിവരിക്കാം. പാവനമായ പഞ്ചവടി ഭൂവിൽ ഗോദാവതീ തീരത്ത് സീതാരാമ ലക്ഷ്മണന്മാർ ബാധയൊന്നും കൂടാതെ സുഖമായി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ലക്ഷ്മണൻ നല്ല സന്ദർഭം നോക്കി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വണങ്ങി ഇപ്രകാരം ചോദിച്ചു: സംസാരത്തിൽ മോക്ഷമാർഗത്തിനുള്ള ഉപദേശങ്ങൾ പലതാണ്. പലരും ഉപദേശിക്കുന്നു, പല പ്രകാരത്തിൽ ഉപദേശിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ സർവജ്ഞനായ അങ്ങേക്കല്ലാതെ ആർക്കാണ് മോക്ഷമാർഗത്തെ ഉപദേശിക്കാൻ അർഹതയുള്ളത്? ഉള്ളപോലെ പറഞ്ഞു ധരിപ്പിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്ക് കഴിയും? അതിനാൽ സർവജ്ഞനായ ഭഗവാനെ, എനിക്ക് മോക്ഷമാർഗത്തെ ഉള്ളതുപോലെ പറഞ്ഞു തരാൻ കാരുണ്യമുണ്ടാവണം. എന്താണ് ജീവന്റെ ബന്ധം? അതെങ്ങനെ സംഭവിച്ചു? ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും പറഞ്ഞാൽ എന്താണ്? മായയെന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ട്യാദി കർമ്മങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ആരാണിതിനൊക്കെ കർത്താവ്? അനാദിയായ കാലം മുതൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സംസാരക്കുടുക്കിൽ നിന്ന് ജീവൻ എങ്ങനെ രക്ഷപ്പെടാം? എന്നിപ്രകാരമുള്ള ലക്ഷ്മണന്റെ ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ലക്ഷ്മണനെ അഭിനന്ദിച്ചു. ചോദ്യങ്ങളെ നിരൂപിച്ചുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട ലക്ഷ്മണ, നിന്റെ ചോദ്യങ്ങളെ പുരസ്കരിച്ച് നിഗൂഢമായ വൈദിക തത്വത്തെ പറഞ്ഞുതരാം. നീ പറഞ്ഞ പോലെ ലോകത്തിൽ പലരും ജ്ഞാനത്തെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും സത്യമായ ജ്ഞാനം എത്രയോ വിരളമാണ്. അതിനർഹതയുള്ള ആളുകളും എത്രയോ ചുരുക്കമാണ്. അതിനാൽ ശ്രദ്ധവെച്ച് കേൾക്കൂ, പറയാം. ആദ്യം തന്നെ മായയുടെ സ്വരൂപത്തെ പറയാം. പരമാർത്ഥത്തിൽ താനല്ലാത്ത ശരീരാദ്യുപാധികളിൽ താനെന്ന തെറ്റായ അറിവു തന്നെ മായ. കയറിൽ കയറെന്ന ബോധം മറഞ്ഞ് പാമ്പെന്ന തെറ്റായ യാതൊരു ബോധമുണ്ടാകുന്നുവോ, അതുപോലെ അനാത്മവസ്തുക്കളിൽ നിലനിന്നു വരുന്ന ആത്മബോധം തന്നെ മായാവിലാസം. മായയ്ക്ക് രണ്ട് രൂപമുണ്ട്. അതിന് വിക്ഷേപമെന്നും ആവരണമെന്നും പറയും. വിക്ഷേപശക്തിയാണ് മൂന്നു കാലത്തും ഇല്ലാത്ത നാമരൂപാത്മകമായ ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നത്. ആവരണശക്തി സത്യമായ പരമാത്മസ്വരൂപത്തെ സർവത്ര ആവരണം ചെയ്ത് അറിയാൻ കഴിയാതാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സംസാരം പൂർണ്ണമായി. കയറിനെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കണമെങ്കിൽ ആദ്യം കയറെന്ന ബോധം മറയണം. അതാണ് ആവരണം. കയറെന്ന ബോധം മറയുന്നതോടെ പാമ്പെന്ന ബോധം പൊന്തുന്നു. അത് വിക്ഷേപവും. ഇതുപോലെ സർവത്ര പരിപൂർണമായ പരമാത്മസ്വരൂപം ആവരണശക്തിയാൽ മറയപ്പെടുമ്പോൾ ഉടനെ വിക്ഷേപശക്തി പല നാമരൂപാകാരേണ വികസിക്കുന്നു. അതുതന്നെ ജഗത്. സ്വപ്നത്തിലും മനോരാജ്യത്തിലും കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ എപ്രകാരം മൂന്നു കാലത്തും ഇല്ലാത്തവയാണോ, അതുപോലെ ദൃഷ്ടമായ ഈ ജഗത്തും മൂന്നു കാലത്തും ഇല്ലാത്തത് തന്നെ. എങ്കിലും വർത്തമാനകാലത്ത് അജ്ഞാനദൃഷ്ടിയിലുള്ളതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. മൂന്നു കാലത്തും ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിന്റെ കർത്താവിനെ അന്വേഷിക്കേണ്ടതില്ലല്ലോ. പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, ദശേന്ദ്രിയങ്ങൾ, പ്രാണൻ, അന്ധക്കരണം എന്നീ തത്വങ്ങളുടെ ബ്രഹ്മാണ്ഡമടക്കമുള്ള സമുച്ചയത്തെയാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. ക്ഷേത്രം ജീവനുപാധിയാണ്. അതിനാൽ ക്ഷേത്രോപാധിയിൽ ഉപഹിതനായ ജീവൻ അതിൽ നിന്നതീതനായിരിക്കുന്നു. വാസ്തവത്തിൽ ജീവനെന്നും പരമാത്മാവെന്നും പറഞ്ഞാൽ രണ്ടല്ല, ഒന്നുതന്നെ. ജീവാത്മാവെന്നും പരമാത്മാവെന്നുമുള്ള രണ്ട് ശബ്ദങ്ങൾ പര്യായങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. തത്വവിചാരം കൊണ്ട് ജഗത്തിന്റെ മിഥ്യാത്വം ബോധിച്ച് തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ നിന്ന് നിവൃത്തനായി ശമം, ദമം, തിതിക്ഷ, ഉപരതി,
ശാസ്ത്രാഭ്യാസം, തത്വചിന്ത, ദ്വന്ദ്ജയം എന്നീ അഭ്യാസങ്ങളെക്കൊണ്ട് ക്രമേണ ജീവപരമാത്മാക്കളുടെ ശരിയായ അറിവുണ്ടാവും. അറിവ് തന്നെ ജ്ഞാനം. മഹാത്മാവായ ആചാര്യൻ മഹാവാക്യോപദേശം ചെയ്ത് ജീവപരമാത്മാക്കളുടെ ഐക്യത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ ജീവപരമാത്കൾ രണ്ടല്ലെന്ന് അനുഭവമാകും. ആ അനുഭൂതി തന്നെ വിജ്ഞാനം. വിജ്ഞാനം വളർന്ന് കാലം കൊണ്ട് എല്ലാ സംസാരഭ്രാന്തിക്കും കാരണമായ മായ അല്ലെങ്കിൽ പ്രകൃതി പരമാത്മാവിൽ നിശ്ശേഷം വിലയത്തെ പ്രാപിക്കും. അപ്പോൾ കേവലമായ അദ്വിതീയാവസ്ഥ മാത്രം ശേഷിക്കും. ഈ അവസ്ഥ തന്നെ മുക്തി. ഹേ ലക്ഷ്മണ, നിന്റെ ചോദ്യത്തിനനുസരിച്ച് മോക്ഷമാർഗത്തെ വേണ്ടപോലെ നിരൂപിച്ചു. ശാസ്ത്രീയ നിയമം ഈ നിലയ്ക്കാണ്. എന്നിരുന്നാലും നിഷ്കളങ്കയായ ഭക്തിയോടുകൂടി ഭഗവാനെ സർവാത്മനാ ശരണം പ്രാപിക്കാതിരിക്കും കാലത്തോളം പറയപ്പെട്ടതൊന്നും പ്രായോഗികമാവാനും പോകുന്നില്ല. അതിനാൽ ആദ്യമായി ഒരാൾ നിഷ്കളങ്ക ഭക്തിയെ സമ്പാദിച്ച് സർവാത്മനാ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. ജപം, കീർത്തനം, പൂജ, വ്രതാനുഷ്ഠാനം, തീർത്ഥാടനം, ഭക്തന്മാരോടുകൂടി സഹവസിക്കൽ എന്നീ ചര്യകളെക്കൊണ്ട് കാലം കൊണ്ടൊരാൾക്ക് ഭക്തിയുണ്ടാവാം. ഭക്തിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ടതില്ല. ഭക്തി കൊണ്ടുണ്ടാവുന്നതാണ് മറ്റെല്ലാം. സജ്ജനങ്ങളുടെ നിത്യസമ്പർക്കം കൊണ്ട് ഇതെല്ലാം അറിയാനും ഉണ്ടാവാനും ഇടവരും എന്നിങ്ങനെ ഭഗവാൻ വേദാന്ത പ്രകരണത്തെ ഉപസംഹരിക്കുന്നു. അനന്തരം വീണ്ടും കഥയിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അക്കാലത്ത് ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനമെന്ന സ്ഥലത്ത് ശൂർപ്പണഖയെന്ന് പ്രസിദ്ധയും ഭയങ്കരിയുമായ ഒരു രാക്ഷസി താമസിച്ചു വന്നിരുന്നു. അവൾ മിക്കപ്പോഴും ആ കാനനത്തിന്റെ പല വശങ്ങളിലുമായി ചുറ്റി സഞ്ചരിച്ചും വന്നിരുന്നു. ഒരിക്കൽ അവൾ ഗോദാവരീ തീരത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കെ നനവുള്ള മണൽ പ്രദേശത്ത് ഭഗവാന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞു കാണാനിടയായി. താമര, വജ്രം, തോട്ടി തുടങ്ങിയ ദിവ്യരേഖകളോടുകൂടിയ അത്യന്ത സുന്ദരമായ കാലടികൾ കണ്ടപ്പോൾ സ്വതവേ തന്നെ കാമാവിഷ്ടയായ ശൂർപ്പണഖ കാമവികാരം കൊണ്ട് ആർത്തയായി. ഈ കാലടികളുടെ ഉടമസ്ഥനെ കണ്ട് അവനുമായൊന്ന് രമിച്ചേ കഴിയൂ എന്ന് ദൃഢമായി തീർച്ചപ്പെടുത്തി. കേവലം കാലടികൾക്ക് തന്നെ ഇത്രത്തോളം സൗന്ദര്യമുണ്ടെങ്കിൽ പിന്നെ മറ്റവയവങ്ങൾക്കെല്ലാം എത്രയുണ്ടാവില്ല? ഇതായിരുന്നു ശൂർപ്പണഖയുടെ നിഗമനം. ഏതായാലും ആ കാലടിപ്പാടുകളെ തന്നെ പിന്തുടർന്നു ചെന്ന് ക്രമേണ രാമാശ്രമത്തിലെത്തിച്ചേർന്നു. വികൃതവും ബീഭത്സവുമായ രാക്ഷസീരൂപമാണ് തനിക്കുള്ളതെങ്കിലും കൃത്രിമ പ്രകടനങ്ങളെക്കൊണ്ട് അതൊക്കെ മറച്ച് നല്ല സുന്ദരീ സ്വരൂപത്തിൽ ശരീരത്തെ മൂടിപിടിപ്പിച്ചാണ് ശൂർപ്പണഖ ചെന്നത്. അവിടെ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും കണ്ടു. ശ്രീരാമനെ കണ്ടപ്പോൾ തന്നെ പ്രസ്തുത കാലടിപ്പാടുകൾ അദ്ദേഹത്തിന്റെ തന്നെയെന്ന് പൂർണ്ണബോധ്യമായി. ശ്രീരാമസ്വരൂപം കണ്ടപ്പോൾ തന്നെ രാക്ഷസി മോഹിച്ചു പരവശയായി. ഏതായാലും ശ്രീരാമന്റെ അടുക്കൽ ചെന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാൻ തന്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. തന്റെ ചരിത്രം ശൂർപ്പണഖയും വിവരിച്ചു. ത്രൈലോക്യ ചക്രവർത്തിയായ രാവണന്റെ സഹോദരിയാണ് താനെന്നും ശൂർപ്പണഖ എന്നാണ് പേരെന്നും ഇവിടെ ജനസ്ഥാനത്താണ് താമസമെന്നും തന്റെ ഒന്നിച്ച് സോദരനും മഹാശക്തനുമായ ഖരനും മറ്റസംഖ്യം പ്രബലന്മാരായ രാക്ഷസന്മാരും താമസിച്ചു വരുന്നുണ്ടെന്നുമൊക്കെയാണ് ശൂർപ്പണഖ വിവരിച്ച ചരിത്രം. അവസാനം വിവാഹപ്രാർത്ഥനയായി തന്നെ വിവാഹം ചെയ്ത് ഈ ദണ്ഡകാരണ്യത്തിൽ സുഖമായി താമസിക്കാമെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാതെ കഴിയില്ലെന്നും കൂടി പറഞ്ഞു. ശ്രീരാമൻ മന്ദഹാസത്തോടെ അതിന് മറുപടി പറഞ്ഞു. കാര്യം നല്ലത് തന്നെ. പക്ഷേ ഞാൻ ഗൃഹസ്ഥനാണ്. എനിക്കൊരു ഭാര്യയുണ്ട്. ഇനി ഒന്നുകൂടി വിവാഹം കഴിച്ചാൽ രണ്ടാൾക്കും സാപത്ന്യ ദുഃഖമായിരിക്കും ഫലം. അത് മഹാകഠിനമാണ്. അതുകൊണ്ട് ഞാൻ വേണ്ട. എന്റെ അനുജൻ ലക്ഷ്മണനുണ്ട്, പുറത്തു നിൽക്കുന്നു. ലക്ഷ്മണനെ വിവാഹം കഴിച്ചോളൂ. എന്നാൽ സുഖമായി കഴിഞ്ഞുകൂടാം. അത് കേൾക്കേണ്ട താമസം നേരെ ലക്ഷ്മണന്റെ അടുത്തേക്കോടി. ഇതേ ആവലാതിയായി. ലക്ഷ്മണൻ ചില ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞു വീണ്ടും രാമസന്നിധിയിലേക്ക് തന്നെ അയച്ചു. അപ്പോൾ ശൂർപ്പണഖയ്ക്കും ആകപ്പാടെ ഇവർ തന്നെ കബളിപ്പിക്കുകയാണെന്ന് ബോധ്യം വന്നു. എന്നാൽ അവരെയും ഒന്ന് പറ്റിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. സുന്ദരി സ്വരൂപമൊക്കെ മാറ്റി സ്വതവേയുള്ള രാക്ഷസവടിയാക്കി ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് സീതാദേവിയെ വിഴുങ്ങത്തക്ക നിലയിൽ പാഞ്ഞു ചെന്നു. അപ്പോൾ താമസമുണ്ടായില്ല. ലക്ഷ്മണൻ തന്റെ കരാളമായ വാളൂരി ശൂർപ്പണഖയുടെ മൂക്കും കർണങ്ങളും ഛേദിച്ചു. അതോടെ കഠിനമായ വേദനയാലും അപമാനഭാരത്താലും ആർത്തയായി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഖരന്റെ മുമ്പിൽ പോയി വീണ് പല ആവലാദികളും പറഞ്ഞു. വിരൂപിണിയും അവമാനിതയുമാക്കപ്പെട്ട്
രക്തമൊഴുക്കി ആർത്തയായി നിലവിളിച്ചുവന്ന സോദരിയുടെ ദയനീയാവസ്ഥയെ കണ്ട ഖരൻ പെട്ടെന്ന് പരിഭ്രമിക്കുകയും പരിതപിക്കുകയും ചെയ്തു. ഏതായാലും സംഭവിച്ച സംഗതികളെ ഉള്ളതുപോലെ വിവരിച്ചു പറയാൻ ആവശ്യപ്പെട്ടു. എല്ലാം ഉള്ളതുപോലെ വിസ്തരിച്ചു പറയുകയും ചെയ്തു ശൂർപ്പണഖ. പക്ഷേ തന്റെ വിവാഹപ്രാർത്ഥനയുടെ കാര്യം മാത്രം പറഞ്ഞില്ല. ബാക്കിയെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ആ മനുഷ്യപ്പുഴുക്കളുടെ കഥ ഇപ്പോൾ തന്നെ കഴിച്ചുകളയാമെന്ന് പറഞ്ഞു ഖരൻ ദൂഷണൻ, തൃശ്ശിരസ് എന്നീ 2 യോദ്ധാക്കന്മാരോടും 14,000 രാക്ഷസ സൈന്യത്തോടും കൂടി ഗോദാവരി തീരത്തേക്ക് രാമലക്ഷ്മണന്മാരോട് യുദ്ധത്തിനു പുറപ്പെട്ടു. പലതരം ആയുധങ്ങളോടുകൂടി ആർത്തു വിളിച്ച് കടലിലെ തിരമാലകളെന്ന പോലെ തള്ളിക്കേറി വരുന്ന രാക്ഷസ സൈന്യത്തിന്റെ കോലാഹലം വളരെ ദൂരത്തുനിന്ന് തന്നെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് തൽക്കാലം സീതാദേവിയെ എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റി ഒളിപ്പിച്ചു കാത്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. വളരെയധികം രാക്ഷസന്മാരുമായി ഒരു വമ്പിച്ച മഹായുദ്ധം ഇപ്പോൾ നടക്കേണ്ടിവരും. സീതാദേവി അതുകണ്ട് ഭയപ്പെടാനിടവരണ്ട എന്നാണ് ആശയം. ലക്ഷ്മണൻ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയ്ക്കുള്ളിലിരുത്തി താൻ പുറമേ കാവൽ നിൽക്കുകയും ചെയ്തു. അധികം കഴിയുന്നതിനു മുൻപ് രാക്ഷസ സൈന്യം ശൂർപ്പണഖ കാണിച്ചുകൊടുത്ത വഴിയിൽ കൂടെ മുന്നേറി വന്ന് അണിനിരന്നു ശ്രീരാമചന്ദ്രനുമായി സംഘട്ടനം തുടങ്ങി. ദിവ്യാസ്ത്രങ്ങളെ വർഷിച്ചുകൊണ്ട് ആ വമ്പിച്ച രാക്ഷസപ്പടയെ ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കി തീർക്കാൻ ഭഗവാന് കഴിഞ്ഞു. ഖരദൂഷണ തൃശ്ശിരസുകളാകുന്ന നേതാക്കന്മാരടക്കം ആ രാക്ഷസ സൈന്യം മുഴുവൻ ക്ഷണനേരത്തിൽ ഭസ്മമായി തീർന്നതിനെ കണ്ട ശൂർപ്പണഖ നിരാശാഭരിതയായി ഇനി എന്തു വേണ്ടുവെന്നറിയാതെ നേരെ ലങ്കയിലേക്കോടി. ആസ്ഥാന മണ്ഡപത്തിലിരുന്ന് രാവണ ചക്രവർത്തി മന്ത്രിമുഖ്യന്മാരുമായി രാജ്യകാര്യങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സഭാമധ്യത്തിൽ പോയി വീണു ശൂർപ്പണഖ. തന്റെ സഹോദരിയുടെ വികൃതമായ അവസ്ഥയും ദയനീയമായ ഭാവവും കണ്ട് പരിഭ്രാന്തനായ ചക്രവർത്തി സംഗതികളെ മുഴുവൻ വിസ്തരിച്ചു ചോദിച്ചു മനസ്സിലാക്കി. എല്ലാം വിസ്തരിച്ചു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ശൂർപ്പണഖ. പക്ഷേ ഒരു കാര്യം കൂട്ടിപ്പറഞ്ഞു. അതായത് ത്രൈലോക്യസുന്ദരിയായ സീതയെ പിടിച്ചുകൊണ്ടുവന്ന് നിനക്ക് ഭാര്യയാക്കാമെന്ന് വിചാരിച്ചാണ് രാമസന്നിധിയിൽ പോയതെന്ന് പറഞ്ഞു. സീതയുടെ സൗന്ദര്യത്തെ കുറേയധികം വർണ്ണിക്കുകയും ചെയ്തു. എല്ലാം കേട്ട രാവണൻ ശൂർപ്പണഖയെ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു രാജസഭ പിരിച്ചുവിട്ടു. അപ്പോൾ തന്നെ അന്തഃപുരത്തിലേക്ക് പോയി പലതരത്തിൽ ആലോചിക്കാൻ തുടങ്ങി. കേവലം ഒരു മനുഷ്യമാത്രനായ രാമൻ എങ്ങനെ ഇത്രയധികം രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് കൊന്നു? ഒരുപക്ഷേ പരമപുരുഷനായ ഈശ്വരൻ തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചതായിരിക്കുമോ? ഇങ്ങനെ പലതായിരുന്നു രാവണന്റെ വിചാരധാര. അവസാനം ഈശ്വരനോ മനുഷ്യനോ രണ്ടായാലും രാമനോട് വിപരീത ഭാവത്തിൽ എതിർക്കുന്നതാണ് നല്ലതെന്നും പിറ്റേ ദിവസം മുതൽക്ക് തന്നെ പലതരത്തിൽ എതിർപ്പ് ആരംഭിക്കണമെന്നും തീർച്ചപ്പെടുത്തുകയും ചെയ്തു. എതിർക്കണമെന്ന് തീർച്ചപ്പെടുത്തിയതോടെ ഏതെല്ലാം രൂപത്തിലാണത് പ്രകടമാക്കേണ്ടതെന്നായി പിന്നത്തെ ചിന്ത. ഏതായാലും എലി ചുമരിനെ എന്ന പോലെ ചില ചിന്ത മനസ്സിനെ പല പ്രകാരത്തിൽ കരണ്ടിരുന്നതിനാൽ പ്രഭാതം വരെയും ചക്രവർത്തിയിൽ നിദ്രാദേവി പ്രസാദിച്ചില്ല. എങ്കിലും പ്രഭാതമായപ്പോഴേക്ക് ചില തീർപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് തന്റെ നിത്യകൃത്യങ്ങളൊക്കെ കഴിച്ച് രാവണ ചക്രവർത്തി ആരോടും ഒന്നും പറയാതെ ഏതോ ഒരു തീർപ്പിനെ ലക്ഷ്യമാക്കി സമുദ്രത്തിനക്കരയിലേക്ക് പോയി. രാക്ഷസവർഗത്തിൽ പ്രസിദ്ധനായ മാരീചൻ രാവണന്റെ അമ്മാവനാണ്. അദ്ദേഹം ഒരു തപസ്വിയായി തീർന്നിരിക്കുകയാണ്. തന്റെ രാക്ഷസബുദ്ധിക്കനുരൂപമായി കഴിവുള്ളിടത്തോളം ലോകോപദ്രവം ചെയ്തുകൊണ്ട് ജീവിച്ച പ്രസിദ്ധ വ്യക്തിയാണ് മാരീചൻ. സർവ്വജീവരാശികളുടെയും ക്ഷേമത്തെ മാത്രം മുൻനിർത്തി കഠിന തപോനുഷ്ഠാനങ്ങളിൽ മുഴുകിക്കഴിയുന്ന പരിശുദ്ധന്മാരായ തപസ്വികൾക്ക് തന്നെക്കൊണ്ടാവുന്നത്ര ഉപദ്രവങ്ങൾ ചെയ്യാൻ ഒട്ടും ആലസ്യം കാണിക്കാത്ത ആളുമായിരുന്നു മാരീചൻ. അങ്ങനെ കഴിഞ്ഞുവരുന്ന കാലത്താണ് വിശ്വാമിത്ര മഹർഷിയെയും അദ്ദേഹത്തിന്റെ ആശ്രമത്തെയും അവിടെ വെച്ച് വാവുതോറും നടത്തിവരുന്ന യജ്ഞത്തെയുമൊക്കെ പരിചയപ്പെടാനിടയായത്. അന്നു മുതൽക്കു തന്നെ തന്റെ ഉപദ്രവ ഭോക്താക്കളുടെ സംഘത്തിൽ വിശ്വാമിത്ര മഹർഷിയെയും ഒരംഗമാക്കി ചേർക്കുകയും ചെയ്തു മാരീചൻ. പല ദിക്കിലും പല പരിപാടികളും ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ സ്ഥലത്തും എത്തുന്നതിന് വിഷമം നേരിട്ടുവെങ്കിലും 15 ദിവസത്തിലൊരിക്കൽ, അതായത് പഞ്ചദശി യജ്ഞത്തിന് എന്തൊക്കെ തിരക്കിട്ട ജോലിയുണ്ടെങ്കിലും എല്ലാം നിർത്തിവെച്ച് വിശ്വാമിത്രാശ്രമത്തിലെത്തുകയെന്നത് മാരീചൻ ഒരു വ്രതം പോലെയായിരുന്നു. കുണ്ഠത്തിൽ അഗ്നി ജ്വലിക്കേണ്ട താമസം രക്തം, മാംസം തുടങ്ങിയ മലിനവസ്തുക്കൾ വർഷിച്ച് അഗ്നിയെയും യജ്ഞത്തെയും ആശ്രമത്തെയും അശുദ്ധവും മലിനവുമാക്കി തീർക്കുക എന്ന തന്റെ പരിപാടി ആരംഭിക്കും മാരീചൻ. വളരെ കാലം തന്നെ ഈ കൃത്യം മുടങ്ങാതെ കൊണ്ടു നടത്തിയ ആളാണ് മാരീചൻ. അങ്ങനെ
അയാളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പൊറുതിമുട്ടിയാണ് വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. യജ്ഞ സംരക്ഷണത്തിനായി അയോധ്യയിൽ നിന്ന് 2 വീരക്ഷത്രിയ കുമാരന്മാർ ആശ്രമത്തിലെത്തിയിട്ടുണ്ടെന്ന വർത്തമാനം മാരീചനൊരു തമാശയായിട്ടാണ് തോന്നിയത്. സുബാഹുവാകുന്ന കൂട്ടുകാരനോടും അനുയായികളോടും കൂടി തന്റെ പ്രവൃത്തി നിർവിഘ്നം ആരംഭിച്ചപ്പോഴാണ് ശ്രീരാമചന്ദ്രന്റെ ബാണം ആകാശത്തേക്കുയർന്നത്. അഗ്നിജ്വാലകളെ വമിക്കുന്ന ആ തീക്ഷ്ണ ബാണം സുബാഹുവിനെ ദഹിപ്പിച്ച് തനിക്ക് അഭിമുഖമായി പാഞ്ഞു വന്നപ്പോഴാണ് മാരീചൻ ജീവിതത്തിലാദ്യമായി ഭയമെന്തെന്നറിഞ്ഞത്. പ്രാണഭയം കൊണ്ടാർത്തനായി മിന്നൽ പിണരുപോലുള്ള ആ അഗ്നിജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ബന്ധപ്പെട്ടോടി സമുദ്രത്തിൽ പോയി മുങ്ങി. അഗ്നിയുടെ നിത്യശത്രുവായ ജലത്തെ ആശ്രയിച്ചാൽ പിന്നെ അഗ്നിയെ ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് കരുതിയാണ് സമുദ്രത്തിൽ പോയി ചാടിയതെങ്കിലും അവിടെയും പൂർണ്ണമായ രക്ഷ കിട്ടിയില്ല. അഗ്നിക്കും അഗ്നിയും മൃത്യുവിനും മൃത്യുവുമായ രാമബാണത്തിൽ നിന്ന് എവിടെയും രക്ഷകിട്ടാൻ പോകുന്നില്ലെന്നറിഞ്ഞ് ഭയപരവശനായി വാവിട്ടലറിക്കൊണ്ട് സമുദ്രത്തിനടിയിൽ പോയി കുറേ ദിവസങ്ങൾ ഒളിച്ചു കഴിച്ചുകൂട്ടി. സ്വപ്നത്തിൽ പോലും രാമബാണത്തെ കണ്ട് ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങിയ മാരീചന് ഏതു സമയത്തും എവിടെയും നിർഭയമായ ജീവിതം കേവലം ഇല്ലാതായി. അത്യന്ത ഭയാവിഷ്ടനായി വെളിയിലൊന്നും വരാതെ എവിടെയെങ്കിലും ഒളിഞ്ഞുകഴിഞ്ഞുകൂടലായി ജീവിതം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞതോടെ വേണ്ടത്ര പാകം വന്നു. എല്ലാ ദുർവൃത്തികളും അകന്ന് ഇനി മനസാ വാചാ കർമ്മണ ഒരു ജീവിയെയും ഉപദ്രവിക്കയില്ലെന്ന് തന്നെത്താൻ ശപഥവും ചെയ്ത് ഒരു തപസ്വിയായി മാറി മാരീചൻ. പ്രസ്തുത മാരീചന്റെ ആശ്രമത്തിലേക്കാണ് അന്ന് പ്രഭാതത്തിൽ രാവണ ചക്രവർത്തി എഴുന്നള്ളിയത്. പൂജാ ജപസ്വാധ്യായാദി ബാഹ്യാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിൽ മുഴുകിയിരിക്കെയാണ് മാരീച തപസ്വി. അപ്പോഴാണ് രാവണന്റെ വരവ്. സമാധിയിലാണെന്നറിഞ്ഞപ്പോൾ ഉണർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി പുറത്ത് കാത്തുനിന്നു. കുറെ കഴിഞ്ഞ് സമാധിയിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മാരീചൻ രാവണനെ കണ്ടത്. ഭയഭക്തി ബഹുമാനാദരങ്ങളോടെ വേഗത്തിൽ എഴുന്നേറ്റ് രാവണനെ ഉപചരിച്ചിരുത്തി കുശലപ്രശ്നം ചെയ്തു. അനന്തരം വന്ന കാര്യമെന്തെന്ന് അന്വേഷിച്ചു. രാവണൻ ശൂർപ്പണഖയിൽ നിന്ന് ഗ്രഹിച്ചിടത്തോളം വർത്തമാനങ്ങളെ മുഴുവൻ തന്റെ അഭിപ്രായങ്ങളിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് മാരീചനോട് പറഞ്ഞു. അനന്തരം തന്റെ ഉദ്ദേശത്തെയും പറഞ്ഞു. നിസ്സാരനായ രാമനെന്ന ഒരു മനുഷ്യൻ മഹാശക്തനായ തന്റെ സഹോദരിയെ വിരൂപിണിയാക്കി അപമാനിച്ചയച്ചതിനെ കണ്ട് പുറത്തടങ്ങിയിരിക്കാൻ വയ്യ. അതിനാൽ പ്രതികാരം ചെയ്യുക തന്നെ വേണം. രാമപത്നിയായ സീതയെ അപഹരിച്ചുകൊണ്ടുപോന്ന് തന്റെ പത്നിയാക്കി വെക്കണം. അതുതന്നെ പ്രതികാരം. അതിന് മാരീചൻ സഹായിക്കണം. ഇതാണ് രാവണന്റെ ആവശ്യം. രാവണ ചക്രവർത്തിയുടെ ആവശ്യം കേട്ട് മാരീചൻ നടുങ്ങി. ശ്രീരാമനെ ഓർമ്മിക്കാൻ പോലും ഭയപ്പെട്ടുകൊണ്ടാണ് മാരീചൻ കഴിഞ്ഞുകൂട്ടുന്നത്. രാ എന്ന ശബ്ദം കേൾക്കുമ്പോഴേക്ക് തന്നെ മാരീചനെ ഭയം പിടികൂടും. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ കബളിപ്പിക്കാൻ പുറപ്പെടണമെന്നാണ് ഇപ്പോൾ രാവണൻ പറയുന്നത്. മറുത്തു പറഞ്ഞാൽ ചക്രവർത്തി കോപിക്കും. പക്ഷെ അനുകൂലിക്കാൻ വിഷമവുമാണ്. ആകപ്പാടെ കുഴങ്ങി മാരീചൻ. കുഴപ്പങ്ങളിലൊന്നും ഇടപെടാതെ അവശിഷ്ട ജീവിതമെങ്കിലും നന്നാക്കി തീർക്കണമെന്ന് കരുതിയാണ് തപസ്വിയായത്. പക്ഷേ അതുകൊണ്ടും രക്ഷ കിട്ടാൻ പോകുന്നില്ലെന്നാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രാരബ്ധമുണ്ടോ ഒരാളെ വിടുന്നു? എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ വിഷമിച്ച മാരീചൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. കുറെ നേരം ചിന്താവിഷ്ടനായിരുന്നു. അനന്തരം ചിലത് പറയാൻ തീർച്ചപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങയ്ക്കാരാണ് ഈ ദുരുപദേശം തന്നത്? അവനാണ് അങ്ങയുടെ ശത്രു. അവനെയാണ് കഴിയും വേഗം കൊല്ലേണ്ടിയിരിക്കുന്നത്. രാമചന്ദ്രനോട് എതിർക്കാൻ ഈ ത്രൈലോക്യത്തിൽ ആർക്കും സാധ്യമല്ല. വില്ലാളി വീരനും മഹാപരാക്രമശാലിയും സർവശക്തനുമായ ശ്രീരാമചന്ദ്രനോട് എതിർക്കാൻ തോന്നിയത് അങ്ങയുടെ നിർഭാഗ്യം തന്നെ. അതിനാൽ ഈ ദുരാലോചനയിൽ നിന്ന് പിന്തിരിഞ്ഞ് ലങ്കയിൽ പോയി സുഖമായിരിക്കൂ. രാക്ഷസവംശത്തിനും ലങ്കാനഗരിക്കും അങ്ങയുടെ ജീവിതത്തിനും ആപത്തുണ്ടാവാതിരിക്കട്ടെ. ഇത്രത്തോളം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ക്ഷമ നശിച്ചു ക്രുദ്ധനായി രാവണൻ. താൻ ജ്ഞാനോപദേശത്തിന് വന്നതല്ല, തന്റെ ആവശ്യം സാധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് തയ്യാറുണ്ടോ എന്നായി മാരീചനോട്. തയ്യാറില്ലെന്ന് പറഞ്ഞാൽ താമസമില്ല, ചന്ദ്രഹാസം കഴുത്തിൽ വീഴും. അത് മാരീചനറിയാം. ഏതായാലും ഈ രാക്ഷസന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ രാമബാണത്തിനിരയാകുന്നതാണ് നല്ലത് എന്ന് കരുതി എന്തു വേണമെങ്കിലും ചെയ്യാമെന്നനുവദിച്ചു മാരീചൻ. ശാന്തനായി രാവണൻ. ഒരു പൊന്മാനിന്റെ വേഷം ധരിച്ച് സീതയുടെ പുരോഭാഗത്തിൽ തുള്ളിക്കളിച്ച് ശ്രദ്ധയെ ആകർഷിക്കണം. പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ദൂരത്തേക്ക് ഓടുകയും വേണം. ഇതാണ് ചെയ്യേണ്ട സഹായമെന്നും രാവണൻ നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി തമ്മിൽ പിരിഞ്ഞുവെങ്കിലും ഉടനെ തന്നെ രണ്ടാളും പഞ്ചവടിയിലേക്ക് യാത്രയുമായി. വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ
ഖരവധത്തിനു ശേഷം സമാധാനചിത്തനായി കഴിഞ്ഞുകൂടുകയാണ് ശ്രീരാമചന്ദ്രൻ. വളരെയധികം രാക്ഷസന്മാരെയും അവരുടെ പ്രബലന്മാരായ നേതാക്കന്മാരെയും കൊന്നതുകൊണ്ട് രാക്ഷസബാധ കുറെയൊക്കെ അകന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. രാവണന്റെ വരവ് തീരെ അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിശ്രമാവസരത്തിൽ സീതാദേവിയുടെ മുമ്പിൽ ഒരു അത്ഭുത മൃഗം വന്ന് തുള്ളിക്കളിക്കാൻ തുടങ്ങി. സ്വർണ്ണപ്പുള്ളികളോടുകൂടിയ ഒരു വെള്ളിമാൻ. പണ്ടൊരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരത്ഭുത മൃഗം. ആകർഷകമായ രൂപം കൊണ്ടും സുന്ദരങ്ങളായ കളികളെക്കൊണ്ടും മനോഹരങ്ങളായ കടാക്ഷങ്ങളെക്കൊണ്ടും സീതാദേവിയുടെ ശ്രദ്ധയെ മുഴുവൻ ആകർഷിച്ചു ആ കൊച്ചുമാൻ. സീതയ്ക്ക് അതിനെ പിടിച്ചേ കഴിയൂ എന്നായി. തന്റെ വിനോദത്തിന് ഏറ്റവും പറ്റിയ ആ കൗതുക വസ്തുവിനെ പിടിച്ചുതരാൻ ശ്രീരാമനോട് ആവലാതിയായി. സീതാദേവിയുടെ ഏതാഗ്രഹത്തെയും നിറവേറ്റുന്നതിൽ ബദ്ധശ്രദ്ധനായ ഭഗവാൻ മാനിനെ പിടിക്കാനും പുറപ്പെട്ടു. ഈശ്വരനായാൽ പോലും സംസാരത്തിലേക്കിറങ്ങി സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെട്ടു കഴിഞ്ഞാൽ എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിക്കാത്തത്. അപ്പോൾ പിന്നെ പ്രാകൃതനായ മനുഷ്യന്റെ കഥ പറയേണ്ടതില്ലല്ലോ. മാനിനോടടുക്കുന്തോറും അത് ദൂരെ ദൂരം ഓടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ശ്രദ്ധയോടെ പിന്നാലെ ഭഗവാൻ ഓടിത്തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് മാനിനെ പിന്തുടർന്ന ഭഗവാൻ ആശ്രമത്തിൽ നിന്ന് കുറേ ദൂരത്തെത്തി. പല തന്ത്രങ്ങളെക്കൊണ്ടും അതിനെ പിടിക്കാൻ നോക്കിയെങ്കിലും കിട്ടാതെ നിരാശനും ക്രുദ്ധനുമായി തീർന്ന രാമചന്ദ്രൻ അവസാനം ഒരു ശരമെടുത്തു തൊടുത്തു. മാരീചൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത്. രാമശരം കണ്ഠത്തിൽ തറച്ചതോടെ പ്രാണവേദനയാൽ ആർത്തനായി ഉറക്കെ വാവിട്ടലറി നിലത്തു വീണു. വീഴുമ്പോൾ ഹാ സീതേ, ലക്ഷ്മണ എന്നാണ് മാരീചൻ വിളിച്ചു നിലവിളിച്ചത്. അതും ശ്രീരാമചന്ദ്രന്റെ തുല്യസ്വരത്തിൽ. വിദൂരത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് പരിഭ്രമിച്ച സീതാദേവി ശ്രീരാമചന്ദ്രൻ എന്തോ ആപത്തു പറ്റിയെന്നോർത്ത് വേഗത്തിൽ ലക്ഷ്മണനോട് അദ്ദേഹത്തെ സഹായിക്കാനെത്താൻ പറഞ്ഞു. അത് വല്ല രാക്ഷസനുമായിരിക്കണമെന്നും തങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ നിലവിളിച്ചതായിരിക്കുമെന്നും ലക്ഷ്മണൻ പലപാട് പറഞ്ഞു നോക്കിയെങ്കിലും സീതാദേവി വിശ്വസിച്ചില്ല. ലക്ഷ്മണനെ തന്നെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അത് കേട്ട് പൊറുക്കാൻ കഴിയാതെ ലക്ഷ്മണൻ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി രാമചന്ദ്രനെ തിരഞ്ഞ് കാട്ടിലേക്ക് പുറപ്പെട്ടു. സീതാദേവിയെ തനിച്ചാക്കി പോകാൻ ലക്ഷ്മണൻ വളരെ മടിച്ചുവെങ്കിലും ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ സീതാദേവിക്ക് ആപത്ത് പറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. രാമലക്ഷ്മണന്മാരെ തന്ത്രം കൊണ്ട് ദൂരത്തകറ്റി സീതാദേവിയെ ബലാത്കാരേണ അപഹരിച്ചുകൊണ്ടുപോവാൻ സന്ദർഭം നോക്കി നിന്നിരുന്ന രാവണൻ ആ അവസരത്തെ അല്പവും പാഴാക്കാതെ വേണ്ടപോലെ ഉപയോഗപ്പെടുത്തി. കപടമായി സന്യാസിവേഷം ധരിച്ച് ഭിക്ഷയ്ക്കെന്ന വ്യാജേന ആശ്രമത്തിലേക്ക് കയറി വന്നു. കാഷായ വസ്ത്രവും ജടാകമണ്ഡലവും ധരിച്ച് പ്രണവോച്ചാരണത്തോടെ ഭിക്ഷയ്ക്ക് കയറിവരുന്ന മാന്യനായ ഭിക്ഷുവിനെ കണ്ട് സീതാദേവി വളരെ ഭക്തി ബഹുമാനങ്ങളോടെ ആദരിച്ചു. കുശലപ്രശ്നം ചെയ്ത് ഫലമൂലങ്ങളെ സൽക്കരിച്ചു. അതിഥി സീതാദേവിയുടെ ഔദാര്യത്തെയും ഭക്തിയെയും അഭിനന്ദിച്ചുകൊണ്ട് സംഭാഷണത്തിൽ വ്യാപൃതനായി. മാന്യനായ അതിഥിയെ അല്പവും മുഷിപ്പിക്കാതെ ജനകപുത്രി എല്ലാ വർത്തമാനങ്ങളെയും ചുരുക്കി പറഞ്ഞു. ഭഗവാനും ലക്ഷ്മണനും ഉടനെ വരുമെന്നും അവരെ കണ്ട ശേഷമേ മടങ്ങാവൂ എന്നും അപേക്ഷിച്ചു. രാവണൻ ഉടനെ തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി. താൻ രാക്ഷസ ചക്രവർത്തിയായ രാവണനാണെന്നും സീതയെ കൊണ്ടുപോകാൻ വന്നതാണെന്നും അനുകൂലിച്ച് തന്റെ കൂടെ വരുന്നതാണ് നല്ലതെന്നും ഒക്കെ പറഞ്ഞു. സീത ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങി. രാവണൻ അക്രമമായി സീതയെ പിടിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. ബലാത്കാരേണ പിടിച്ച് തേരിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. സീതാദേവിയുടെ ആർത്തരോദനം കേട്ട് എന്തോ ആപത്തുണ്ടെന്ന് വിചാരിച്ച് പഞ്ചവടിയിൽ കാവൽ നിന്നിരുന്ന ജടായു ഓടിവന്നു. രാവണനും ജടായുവും തമ്മിൽ ഒരു ചെറിയ യുദ്ധം തന്നെ നടന്നു. ചിറക് വെട്ടി ജടായുവിനെ താഴെ വീഴ്ത്തി രാവണൻ നിർബാധം പോവുകയും ചെയ്തു. മാരീചനെ കൊന്നു മടങ്ങിവരുന്ന ശ്രീരാമൻ വഴിക്കുവെച്ച് ലക്ഷ്മണനെ കണ്ടപ്പോൾ അതിശയിച്ചു. വിജനമായ വനാന്തർഭാഗത്ത് ആരുമില്ലാതെ സീതാദേവിയെ ഏകാകിനിയാക്കി ലക്ഷ്മണൻ എങ്ങനെ പോരാൻ ധൈര്യപ്പെട്ടുവെന്ന് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഒരുപക്ഷെ മാരീചന്റെ നിലവിളി കേട്ട് ലക്ഷ്മണനും തെറ്റിദ്ധരിച്ചിരിക്കുമോ എന്നും സംശയമായി. ഏതായാലും അടുത്തെത്തിയപ്പോൾ അന്യോന്യം വിവരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. സീതാദേവിയുടെ ക്രൂരങ്ങളായ വാക്കുകളെ കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പോരേണ്ടി വന്നതെന്ന് ലക്ഷ്മണന്റെ വാക്ക് ഭഗവാനെ അല്പമൊന്ന് വേദനിപ്പിക്കാതിരുന്നില്ല. ഏതായാലും രണ്ടാളും ബന്ധപ്പെട്ട ആശ്രമത്തിലേക്ക് മടങ്ങി. വന്നു നോക്കിയപ്പോൾ പ്രതീക്ഷിച്ച മാതിരി സീതാദേവിക്കെന്തോ ആപത്ത് പറ്റിയെന്ന് മനസ്സിലായി. വ്യസനവും പരിഭ്രമവും അവരെ വിഷമിപ്പിച്ചു.
സീതാദേവിയെ കാണാതെ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ വയ്യെന്നായി. അവിടെ മുഴുവൻ അന്വേഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് നടന്നു നോക്കി. ഫലമുണ്ടായില്ല. അസഹ്യമായ വ്യസന പാരവശ്യത്തോടെ സീതയെ വിളിച്ചും തിരഞ്ഞും ആ കാട് മുഴുവൻ ചുറ്റിത്തിരിയാൻ തുടങ്ങി. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് ചിറക് മുറിഞ്ഞ് ആസന്ന മൃത്യുവായി കിടക്കുന്ന ജടായുവിനെ കണ്ടത്. കാരുണ്യത്തോടും വാത്സല്യത്തോടും കൂടി ഭഗവാൻ അടുത്തു ചെന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. ജടായു വളരെ ക്ഷീണിച്ചവശനായിട്ടുണ്ട്. ശ്വാസഗതി വളരെ മന്ദമായിരിക്കുന്നു. സംസാരിക്കാൻ തീരെ വയ്യെന്ന് പറയണം. അത്രമാത്രമുണ്ട് ക്ഷീണം. എങ്കിലും ആ ദശയിലും വളരെ മന്ദമായിട്ടാണെങ്കിലും എല്ലാ വർത്തമാനവും ഭഗവാനെ അറിയിച്ചു. രാവണന്റെ നീചകൃത്യങ്ങളെ കേട്ട് ക്രുദ്ധനും ജടായുവിന്റെ ദയനീയാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞവനും സീതാവിരഹത്താൽ തപ്തനുമായി തീർന്ന രാമചന്ദ്രൻ ഗൃധ്രരാജന്റെ മാറിൽ തറച്ച ശരത്തെ പതുക്കെ തന്റെ കൈകൊണ്ട് വലിച്ചെടുത്ത് വാത്സല്യത്തോടുകൂടും വണ്ണം തടവി മരവിപ്പിച്ചു. ജടായു മരിച്ചതോടെ ചിത കൂട്ടി അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ആ ഗൃതശരീരത്തെ ദഹിപ്പിച്ചു. ഗംഗയിൽ പോയി തന്റെ സുഹൃത്തും നല്ലവനുമായ ജടായുവിന് തിലോദകവും കൊടുത്തു. ഭഗവദനുഗ്രഹത്തോടും ഭഗവത് ദർശനത്തോടും കൂടി ശരീരം വിട്ട ജടായു അത്രയുമായപ്പോഴേക്ക് വിഷ്ണു സാരൂപ്യത്തെ പ്രാപിച്ച് വിഷ്ണു പാർഷദന്മാരോടുകൂടി വിമാനത്തിൽ കയറി ആകാശത്ത് വന്നു നിന്ന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്രമേയങ്ങളും അനന്തങ്ങളും ദിവ്യദിവ്യങ്ങളുമായ ഭഗവാന്റെ മഹിമകളെ പല പ്രകാരത്തിൽ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു. ഭഗവദനുഗ്രഹത്തോടെ ശ്രീവൈകുണ്ഠ ലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. പുണ്യവാനായ ജടായുവിന്റെ ദിവ്യഗതിക്ക് ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ വീണ്ടും സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ ചുറ്റിത്തിരിഞ്ഞു നടന്നു. ഗുഹകളിലും പൊയ്കകളിലും നദീതീരങ്ങളിലും വള്ളിക്കുടിലുകളിലും എന്നുവേണ്ട കണ്ണെത്തുന്ന എല്ലായിടത്തും അവർ സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഇതാണ് പഞ്ചവടിയിൽ വെച്ചു നടന്ന അതിപ്രധാനമായ കഥാഭാഗത്തിന്റെ സ്ഥൂലസ്വരൂപം. ഇനി അതിന്റെ സൂക്ഷ്മവശങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. സീതയും ശ്രീരാമലക്ഷ്മണന്മാരും ദണ്ഡകാരണ്യത്തിലാണല്ലോ താമസിച്ചു വന്നത്. ദണ്ഡകാരണ്യമെന്ന് പറഞ്ഞാൽ സംസാരധർമ്മത്തിന്റെ ഏറ്റവും ഉച്ചനിലയിലാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ടല്ലോ. സംസാരധർമ്മത്തിന്റെ ഉച്ചാവസ്ഥയിൽ നിൽക്കുമ്പോൾ എത്ര വലിയ ജ്ഞാനിയായാലും എന്തെങ്കിലും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എത്ര തന്നെ ശ്രദ്ധിച്ചാലും നിസ്സാരമായിട്ടെങ്കിലും ചില ആഗ്രഹം കടന്നുകൂടാതിരിക്കാൻ വിഷമമാണ്. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് സംസാരമധ്യത്തിൽ വന്നുചേരാവുന്ന ആഗ്രഹങ്ങളുടെ പ്രതീകമായിട്ടാണ് ശൂർപ്പണഖയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശൂർപ്പണഖ വളരെ മനോഹരവും ആകർഷകവുമായ ദേവീ സ്വരൂപത്തിലാണ് രാമലക്ഷ്മണന്മാരെ സമീപിച്ചത്. പക്ഷേ തിരസ്കരിച്ചപ്പോൾ അവളുടെ രാക്ഷസീ സ്വരൂപം വ്യക്തമായി. എല്ലാ വൈശികാഗ്രഹങ്ങളും ഇങ്ങനെ തന്നെ. ആരംഭത്തിൽ അത് വളരെ സുന്ദരവും ഉപദ്രവരഹിതവുമാണെന്ന് തോന്നും. പക്ഷേ അതിനോടടുത്താൽ കാണാം അതിന്റെ രാക്ഷസീത്വം. അങ്ങനെ തന്നെ വിഷയാഗ്രഹങ്ങളെ മാനിച്ചനുഭവിച്ചാലും വെറുത്ത് തിരസ്കരിച്ചാലും രണ്ടായാലും ഉപദ്രവവും ദുഃഖവുമാണ് ഫലം. ശൂർപ്പണഖയെ സ്വീകരിച്ചില്ല, തിരസ്കരിച്ചു എന്ന കുറ്റത്തിന് എന്തെല്ലാം ആപത്തുകളാണ് പിന്നീട് രാമചന്ദ്രൻ അനുഭവിക്കേണ്ടി വന്നത്. വിഷയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരാഗ്രഹം അങ്കുരിച്ചാൽ മതി, ജ്ഞാനം നഷ്ടപ്പെടും. ആഗ്രഹത്തെ മാനിച്ചനുഭവിച്ചാലും വേണ്ടില്ല, തിരസ്കരിച്ചാലും വേണ്ടില്ല, ഫലം ഒന്ന് തന്നെ. അതിനാൽ ആഗ്രഹം അങ്കുരിക്കാതിരിക്കാനാണ് ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സീതയെ നഷ്ടപ്പെടുത്തുന്നതുവരെ പ്രതികാരം ചെയ്തു ശൂർപ്പണഖ. ജ്ഞാനത്തെ നശിപ്പിക്കുന്നതുവരെ നിലനിൽക്കും ആഗ്രഹത്തിന്റെ പ്രത്യാഘാതം. രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണഖ. രജോഗുണത്തെയാണ് രാവണനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത്. 10 ഇന്ദ്രിയ ദ്വാരങ്ങളിൽ കൂടെയും എപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന രാഗിയായ ജീവന്റെ പ്രപഞ്ചവൃത്തി തന്നെ രാവണത്വം. 10 ഇന്ദ്രിയ ദ്വാരങ്ങളിൽ കൂടെയും എപ്പോഴും പുറമേക്കുള്ള വ്യാപ്തി തന്നെ 10 ശിരസ്സുകൾ. 10 ഇന്ദ്രിയങ്ങളുടെയും അനുകൂല പ്രതികൂലങ്ങളായ 2 തരത്തിലുള്ള വൃത്തികൾ, 20 കൈകളും. അങ്ങനെ രാഗപൂർണമായി ജീവിക്കുന്ന ഒരാളിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണുണ്ടാവാത്തത്? അതാണ് രജോഗുണമാകുന്ന രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണഖയെന്ന് പറഞ്ഞതിന്റെ ചമൽക്കാരം. രാവണന്റെ തന്നെ അനുജന്മാരാണ് കുംഭകർണനും വിഭീഷണനും. അതായത് തമോഗുണവും സത്വഗുണവും. തമോഗുണത്തെയാണ് കുംഭകർണനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആഹാരനിദ്രകൾ മാത്രമാണ് അയാളുടെ വൃത്തി. ഒരു കൊല്ലത്തിൽ 6 മാസം ആഹാരവും 6 മാസം നിദ്രയുമാണത്രേ കുംഭകർണന്. അത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ. അപ്പോൾ കുംഭകർണന്റെ വൃത്തി കേവലം ആഹാരനിദ്രകൾ മാത്രമാണെന്ന് വ്യക്തമാവുന്നു.
തമോ ഗുണം വളർന്ന ഒരു ജീവന്റെ അവസ്ഥ ഇതുതന്നെ. പകൽ സമയം മുഴുവൻ ആഹാരകാര്യമായും രാത്രി മുഴുവൻ നിദ്രയായും കഴിയുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിൽ 6 മാസം ആഹാരവും 6 മാസം നിദ്രയുമെന്ന് പറഞ്ഞത് ശരിയാണല്ലോ. രജോ ഗുണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു തമസ്സും സത്വവും. അതാണ് രാവണന്റെ സഹോദരന്മാരാണ് കുംഭകർണനും വിഭീഷണനുമെന്ന് പറഞ്ഞത്. സത്വഗുണത്തെയാണ് വിഭീഷണനായി അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം, ശമം, ദമം, തിതിക്ഷ എന്നീ ഗുണങ്ങൾ സ്വാഭാവികമായുണ്ട് വിഭീഷണന്. സത്വഗുണം വളർന്നാൽ സ്വാഭാവികമായി തന്നെ ഒരാൾക്ക് പ്രസ്തുത ഗുണങ്ങളൊക്കെ ഉണ്ടാവും. രാവണ, കുംഭകർണ, വിഭീഷണന്മാരാകുന്ന സഹോദരന്മാരും സഹോദരിയായ ശൂർപ്പണഖയും കൂടി താമസിക്കുന്ന സ്ഥലമാകട്ടെ ലങ്കയും. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം തന്നെ ലങ്ക. ചിത്തത്തിലാണ് ഗുണങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നിൽക്കുന്നത്. ചിത്തം ശാന്തമായാൽ എല്ലാം അടങ്ങി. സ്പന്ദനം കൊണ്ടാണ് ചിത്തം ക്ഷുബ്ധമാവുന്നത്. നിഷ്പന്ദമായാൽ സംസാരം തന്നെ അടങ്ങിയെന്ന് പറയണം. സംസാരത്തിലേക്കിറങ്ങുമ്പോൾ ജ്ഞാനിയുടെ ചിത്തവും കൂടുതൽ സ്പന്ദിക്കാനും ക്ഷോഭിക്കാനുമിടയായിത്തീരും. അപ്പോൾ ഗുണങ്ങളും ആഗ്രഹവുമൊക്കെ തലപൊക്കാനും തുടങ്ങും. അതിനാൽ ശൂർപ്പണഖ ആഗ്രഹങ്ങളുടെ പ്രതീകം തന്നെ. ജ്ഞാനി ആഗ്രഹത്തെ ആദരിച്ചാലും അനാദരിച്ചാലും കുഴപ്പമാണെന്ന് പറഞ്ഞുവല്ലോ. ശൂർപ്പണഖയെ അനാദരിച്ചതുകൊണ്ടാണ് ഖരദൂഷണ ത്രിശിരാക്കളും അസംഖ്യം രാക്ഷസന്മാരും എതിർക്കാനും രാവണൻ സീതയെ അപഹരിക്കാനും എല്ലാം ഇടയായത്. അനാദരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അനാദരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലെന്ന് വിചാരിക്കേണ്ട. ആദരിച്ചാൽ മറ്റൊരു രൂപത്തിലാണ് സംഭവിക്കുകയെന്നു മാത്രം. ശൂർപ്പണഖയെ ആദരിച്ച് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ബലാത്കാരേണ അവൾ തന്നെ സീതയെ കൊല്ലുകയോ അകറ്റുകയോ ചെയ്യും. ഏതായാലും ശൂർപ്പണഖ വന്നതോടെ സീതയ്ക്കാപത്തായി. ആഗ്രഹമങ്കുരിച്ചാൽ ജ്ഞാനം നശിക്കാതെ വയ്യ. ബ്രഹ്മവിദ്യയെയാണല്ലോ സീതയെന്ന് പറഞ്ഞത്. അതിനാൽ അപരോക്ഷമായ ആത്മജ്ഞാനം തന്നെ സീത. സീതയുടെ പാറാവുകാരനായിരുന്നു ജടായു. തത്വവിചാരം കൊണ്ടുണ്ടാവുന്ന പരോക്ഷജ്ഞാനത്തെയും തീവ്രമായ വിഷയവൈരാഗ്യത്തെയുമാണ് ജടായുവായി ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്ഞാനവൈരാഗ്യങ്ങൾ ബലപ്പെട്ടിരിക്കുമ്പോൾ ബ്രഹ്മവിദ്യ നിലനിൽക്കും. അവ ദുർബലങ്ങളോ നഷ്ടപ്രായങ്ങളോ ആയി തീരുമ്പോൾ അപരോക്ഷജ്ഞാനമാകുന്ന ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ജടായുവിന്റെ ചിറക് മുറിഞ്ഞപ്പോൾ സീത നഷ്ടപ്പെടാനിടയായത്. വീണ്ടും ജ്ഞാനവൈരാഗ്യങ്ങൾ പ്രബലങ്ങളായിത്തീരുമ്പോൾ വീണ്ടും ബ്രഹ്മവിദ്യ പ്രകാശിക്കുകയും ചെയ്യും. അതിന്റെ തെളിവായിട്ടാണ് ജടായുവിന്റെ ചിറക് മുറിയുമ്പോൾ നഷ്ടപ്പെട്ട സീതാദേവിയെ എല്ലായിടത്തും തിരഞ്ഞിട്ടും കാണാതെ അവസാനം സമ്പാദിക്ക് നഷ്ടപ്പെട്ട ചിറക് മുളച്ചുണ്ടാവുമ്പോൾ കണ്ടുകിട്ടുന്നതായി വർണ്ണിച്ചിരിക്കുന്നത്. ജടായുവിന്റെ ചിറകറ്റപ്പോൾ കാണാതായ സീതാദേവി സമ്പാദിക്ക് ചിറക് മുളച്ചപ്പോൾ പ്രയത്നം കൂടാതെ തന്നെ കാണപ്പെട്ടു. അതുവരെ പല സാഹസങ്ങൾ ചെയ്തിട്ടും പലയിടത്തും തിരഞ്ഞിട്ടും കാണപ്പെടാനിടവന്നില്ല. ജ്ഞാനവൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും തമ്മിലുള്ള ബന്ധമാണ് ഈ വർണ്ണനത്തിൽ കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പമായിട്ടെങ്കിലും നാമരൂപങ്ങളിൽ അഭിനിവേശമുണ്ടാവാൻ പാടില്ല ബ്രഹ്മജിജ്ഞാസുവിന്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവന്റെ ജ്ഞാനം നഷ്ടപ്പെടും. ഇതിനെ ഏറ്റവും ദൃഢപ്പെടുത്തി കാണിക്കുകയാണ് പൊന്മാൻ വൃത്താന്തം കൊണ്ട് സാധിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വളരെ തീവ്രമായ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമില്ല. ഏതുകാലത്തും തീവ്രവൈരാഗ്യം നിലനിൽക്കുക തന്നെ വേണം. എങ്കിലേ കാലം കൊണ്ട് പ്രാരബ്ധങ്ങളെ അതിക്രമിച്ച് പൂർണ്ണതയിലെത്തൂ. ശ്രീരാമന് അയോധ്യയിൽ വെച്ചുണ്ടായിരുന്ന വൈരാഗ്യം പഞ്ചവടിയിലുണ്ടായിരുന്നെങ്കിൽ പൊന്മാനെ ആഗ്രഹിക്കാനോ അതിന്റെ പിന്നാലെ പോവാനോ ഇടവരില്ല. വൈരാഗ്യത്തിന് ശൈഥില്യം വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിന്റെ ഫലമാകട്ടെ സീതയെ നഷ്ടപ്പെടേണ്ടി വന്നു. സത്സംഗം പോലുമില്ലാതെ സംസാരികളായ ജനങ്ങളുടെ ഇടയിലിറങ്ങി വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഏത് ജ്ഞാനിക്കും വൈരാഗ്യത്തിന് ശൈഥില്യവും ആഗ്രഹത്തിന് വളർച്ചയുമൊക്കെ ഉണ്ടാവാം. കാമത്തെ അഥവാ ആഗ്രഹത്തെ സ്വീകരിച്ചാലും നിഷേധിച്ചാലും എങ്ങനെയായാലും അതിൽ നിന്ന് ക്രോധം തുടങ്ങിയ പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാവാം. അവയെല്ലാം തന്നെ ജീവനെ കഠിനമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അതാണ് ശൂർപ്പണഖയെ തിരസ്കരിച്ചപ്പോൾ വന്നു ചേരുന്ന ഖരാദികളും അവരുടെ സംഘട്ടനവുമെല്ലാം. അതിനാൽ ബ്രഹ്മജിജ്ഞാസുവിന്റെ ചിത്തത്തിൽ ആഗ്രഹം അങ്കുരിക്കാനിടവരാതെ അത്യന്ത ശ്രദ്ധയോടിരിക്കുക തന്നെ വേണം. രാവണന് കുറെ മുമ്പ് തന്നെ സീതയെ തന്റേതാക്കിയാൽ കൊള്ളാമെന്ന മോഹമുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ്
മിഥിലയിലേക്ക് സീതാവിവാഹത്തിനു പോലും പോയത്. മാഹേശ്വര ശാപം ഭഞ്ജിച്ചാൽ അന്ന് തന്നെ സീതയെ തന്റെ സ്വന്തമാക്കിക്കൊണ്ടു പോരാമായിരുന്നു. അതായിരുന്നു ഏറ്റവും ശരിയായ മാർഗം. പക്ഷേ അത് രാവണന് സാധിച്ചില്ല. ഏറ്റവും ശരിയായ നേർമാർഗത്തിൽ കൂടെ തനിക്ക് സീതയെ പ്രാപിക്കാൻ സാധ്യമല്ലെന്ന് മുമ്പ് തന്നെ രാവണൻ അറിയാം. എന്നാൽ എങ്ങനെയെങ്കിലും കിട്ടിയാലും മതിയെന്നായി. അതാണ് പിന്നെ സന്ദർഭം വന്നപ്പോൾ അപഹരിക്കാൻ പോയത്. സീതയെ വശത്താക്കുന്നതുവരെ നിലനിൽക്കുന്നതും വിഷയാഗ്രഹങ്ങളിൽ മുഴുകിയതുമായ ഒരു കപടസന്യാസി വേഷം കെട്ടിയാണ് പോയത്. സീതയെ കിട്ടാൻ ഏറ്റവും പറ്റിയ വൃത്തി സന്യാസമാണെന്ന് രാവണനറിയാം. അതാണല്ലോ സന്യാസി വേഷം കെട്ടിപ്പോയത്. പക്ഷേ സന്യാസം വേഷപ്രധാനമല്ല, ധർമ്മപ്രധാനമാണെന്ന് ഓർത്തില്ല. ധർമ്മമില്ലെങ്കിൽ വേഷം കൊണ്ട് സന്യാസിയാവില്ല. ധർമ്മമുണ്ടെങ്കിൽ വേഷമില്ലെങ്കിലും സന്യാസിയാണ് താനും. ത്യാഗത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ചിഹ്നമാണ് സന്യാസി വേഷം. അതില്ലാത്തവർക്ക് ആ വേഷം ഭൂഷണമാവാൻ വയ്യ. സന്യാസിക്ക് സീത അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ കാലം കൊണ്ട് വശകയാവില്ല. അഥവാ കിട്ടിയാലും പ്രയോജനവുമില്ല. രാവണൻ ത്യാഗിയല്ല, ഭോഗിയാണ്. അതിനാൽ സന്യാസിയാവാൻ വയ്യ. സന്യാസിയല്ലാത്ത ഒരാൾക്ക് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ നേർവഴിയിൽ കൂടെ കിട്ടാൻ വയ്യ. അതാണ് വേഷം കെട്ടി സന്യാസിയായ സീതയെ അപഹരിച്ചുകൊണ്ടുപോകുന്നത്. എന്നിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആപത്തുണ്ടാവുകയും ചെയ്തു. രാമൻ ത്യാഗിയാണ്. അതിനാൽ വേഷം കെട്ടാതെ തന്നെ സന്യാസിയാണ്. സീതയെ നേർവഴിയിൽ കൂടെ തന്നെ കിട്ടി, പ്രയോജനപ്പെടുകയും ചെയ്തു. എന്നിട്ടും ത്യാഗവൈരാഗ്യങ്ങൾക്ക് ശൈഥില്യം വന്നപ്പോൾ സീത പോയി. വീണ്ടും അതുണ്ടായപ്പോൾ സീതയോടുകൂടി ചേരുകയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര തത്വരത്നങ്ങളെയാണ് പ്രസ്തുത കഥാഘടനയിൽ ഉള്ളിരുത്തിയിരിക്കുന്നതെന്ന് പറയുവാൻ വയ്യ. അവയെ മുഴുവൻ ഇവിടെ നിരൂപിക്കാൻ സാധ്യമല്ലെന്ന് തന്നെ പറയണം. എങ്കിലും ഒന്ന് രണ്ടെണ്ണത്തെ കൂടെ സ്പർശിക്കാം. ഒരാൾ എത്ര തന്നെ നിഷ്കളങ്കനായാലും സ്ത്രീകളുമായി ഏതു പ്രകാരത്തിലും ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ചില ദോഷാരോപങ്ങൾക്ക് പാത്രമാവേണ്ടി വരുമെന്നതാണ് മറ്റൊന്ന്. വാസ്തവത്തിൽ ലക്ഷ്മണൻ പരമനിഷ്കളങ്കനായിരുന്നു. എന്നിട്ടും സീതാദേവി ലക്ഷ്മണനിൽ പല ദോഷങ്ങളെയും ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി സംസാരിച്ചു. അത് കേട്ട് പൊറുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ലക്ഷ്മണൻ ആശ്രമം വിട്ടു പോവേണ്ടി വന്നത്. അതിന്റെ ഫലമോ സീത തന്നെ അനുഭവിക്കുകയും ചെയ്തു. നിഷ്കളങ്കനായ ഒരാളുടെ മനസ്സിനെ അകാരണമായി വേദനിപ്പിച്ചാൽ അതിന് ഈശ്വരമുഖേന കഠിനമായ ശിക്ഷ കിട്ടും. ആ ശിക്ഷയാണ് സീത പിന്നീട് വളരെ കാലം അനുഭവിച്ചത്. ത്രൈലോക്യ ചക്രവർത്തി എന്ന് പേരെടുത്ത രാവണൻ എന്തെല്ലാം നീചത്തരങ്ങളാണ് സീതാപ്രാപ്തിക്ക് വേണ്ടി ചെയ്തത്. വിവേകമില്ലെങ്കിൽ എത്ര തന്നെ വലിയ ആളായിട്ടും കാര്യമില്ല. വിചാരവും പ്രവൃത്തിയും വളരെ ദുഷിക്കും. അവ ദുഷിച്ചാലാകട്ടെ ഫലം നാശവുമാണ്. അതിനാൽ തന്റേടത്തോടും വിവേകത്തോടും കൂടിയ ജീവിതം തന്നെ എല്ലാറ്റിലും വെച്ച് വലുത്. അതുള്ളവൻ തന്നെ വലിയവൻ. നീചപ്രവൃത്തികളും കൃത്രിമങ്ങളും അകന്ന് പുണ്യജീവിതം കൊണ്ടേ ശ്രേയസ്സുണ്ടാവൂ. മറ്റെല്ലാം ദുഃഖത്തിനും ഉപദ്രവത്തിനും നാശത്തിനുമുള്ളതാണ്. ഇങ്ങനെ അവസാനമില്ലാത്ത തത്വരത്നങ്ങളെ നിറച്ചതാണ് പഞ്ചവടിയിലെ കഥാഗോളം. ജടായുവിന് സൽഗതി കൊടുത്തയച്ചതിനു ശേഷം ഭഗവാൻ ലക്ഷ്മണനോടുകൂടി സീതയെയും അന്വേഷിച്ചുകൊണ്ട് തെക്കോട്ട് നീങ്ങാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചും താമസിച്ചും തെക്കുഭാഗത്തേക്ക് നടന്ന് ഏതാനും ദിവസങ്ങളെക്കൊണ്ട് പ്രസിദ്ധനായ മദംഗ മഹർഷിയുടെ പുണ്യാശ്രമത്തിന്റെ പരിസരത്തിലെത്തി. മദംഗ മഹർഷിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമൊക്കെ മഹാസമാധിയെ പ്രാപിച്ചിട്ട് വളരെ ദിവസങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഗുരുപരമ്പരയിൽ ആരുമില്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു കാട്ടാള സ്ത്രീ മാത്രമുണ്ട്, ശബരി. അവൾ മാത്രമാണിപ്പോൾ ആശ്രമത്തിൽ താമസിച്ച് തപോനുഷ്ഠാനങ്ങളെ നടത്തിവരുന്നത്. ഈ വർത്തമാനം ഭഗവാൻ അറിഞ്ഞോ അറിയാതെയോ ഏതായാലും ശബരി ആശ്രമത്തിലേക്ക് പോയി. പരമഭാഗവതോത്തമയായ ശബരിയുടെ ചരിത്രം രസകരമാണ്. അവൾ കേവലം ഒരു കാട്ടാള സ്ത്രീയാണ്. വിദ്യാഭ്യാസം, സത്സംഗം, സദാചാരനിഷ്ഠ എന്നിവയൊന്നും കേട്ടിട്ടേയില്ല. സഹജമായ കാട്ടാള ധർമ്മത്തോടെ കാട്ടിൽ മറ്റു കാട്ടാള ജനങ്ങളുമൊന്നിച്ച് കഴിഞ്ഞു വരുമ്പോഴാണ് യാദൃച്ഛികമായി മദംഗ മഹർഷിയുടെ ആശ്രമത്തെയും അവിടെ താമസിച്ചു വരുന്ന തപസ്വികളെയും അവരുടെ തപോനുഷ്ഠാന സമ്പ്രദായങ്ങളെയുമൊക്കെ നേരിൽ കാണാനും അറിയാനുമിടയായത്. ഏതോ ഒരു പുണ്യാംശം അവളിലുണ്ടായിരുന്നതിനാലായിരിക്കണം ആശ്രമത്തിന്റെയും തപസ്വികളുടെയും ദർശനത്തിന് തന്നെ ഇടയായത്. ക്രമേണ അതുണർന്ന് വികസിച്ച് കാലം കൊണ്ട് അവൾക്ക് ആശ്രമവും
തപസ്വികളും വളരെ പഥ്യമായി തീർന്നു. അതിനാൽ ആശ്രമത്തിൽ നിത്യവാസവും തപസ്വികളുടെ നിത്യസമ്പർക്കവും കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം വളരാൻ തുടങ്ങി. പക്ഷേ ഒരു കാട്ടാള സ്ത്രീക്ക് തപസ്വികളുടെ പുണ്യാശ്രമത്തിൽ പ്രവേശനം തന്നെ ഇല്ലെന്നിരിക്കെ അവിടെ താമസിക്കാനും മറ്റും എങ്ങനെ സാധിക്കും? പുണ്യവിശേഷത്തിന്റെ വികാസത്തിൽ ആ സാധു സ്ത്രീക്ക് സത്സംഗ തൃഷ്ണ വളർന്നു പൊറുക്കാൻ വയ്യാതായി. ദൂരെ നിന്നിട്ടെങ്കിലും തപസ്വികളുമായി ചില സമ്പർക്കം കിട്ടിയാൽ മതി എന്നായി. പക്ഷേ എങ്ങനെ സാധിക്കാനാണ്? അവളോടുണ്ടോ തപസ്വികൾ മിണ്ടുന്നു? അവർക്കെന്ത് കാര്യം? വിഷമിച്ച് ശബരി ദിവസം പ്രതി നിരാശ കൊണ്ട് തപ്തയാവാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ യുക്തി തോന്നിയത്. സമ്പർക്കമില്ലെങ്കിൽ പോകട്ടെ, തപസ്വികൾക്ക് അവരറിയാതെ തന്നെയെങ്കിലും എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യാമെന്നതാണ് തോന്നിയ പുതിയ യുക്തി. അതനുസരിച്ച് രാത്രിയിൽ അവരുറങ്ങുന്ന സമയത്ത് ആരുമറിയാതെ പുഷ്പം, പഴം, വിറക് തുടങ്ങിയ പദാർത്ഥങ്ങൾ ശേഖരിച്ച് ആശ്രമത്തിന്റെ പുരോഭാഗത്ത് കൊണ്ടുപോയി വെക്കാനും അവർ നടക്കുന്ന വഴി അടിച്ചു വൃത്തിയാക്കാനും തുടങ്ങി. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതും കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെയാണ് ശബരി മദംഗ മഹർഷിയുടെ മുമ്പിലെത്താനിടയായത്. കരുണാമയനായ ഋഷി അവളുടെ ഇംഗിതത്തെ അറിഞ്ഞ് ആശ്രമത്തിൽ താമസിച്ചുകൊള്ളുവാൻ അനുവാദവും കൊടുത്തു. അന്നു മുതൽക്കാണ് ശബരി മദംഗാശ്രമത്തിൽ താമസമായത്. വളരെ ദിവസത്തെ നിരന്തര സത്സംഗം കൊണ്ടും സൽക്കർമാചരണങ്ങളെക്കൊണ്ടും സദാചാരനിഷ്ഠമായ ജീവിതം കൊണ്ടും പരിശുദ്ധി വന്ന അവളിൽ ക്രമേണ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരാൻ തുടങ്ങി. കാലം കൊണ്ട് അവളൊരു നല്ല ഭക്തയായ തപസ്വിനിയായി തീർന്നു. പിന്നെയും കാലം നീങ്ങി. അവിടുത്തെ തപസ്വികളൊക്കെ ശരീരം വിട്ട് പരഗതിയെ പ്രാപിച്ചു. ശബരി മാത്രമായി ആശ്രമത്തിൽ. തന്റെ നിത്യ തപോനുഷ്ഠാനങ്ങളും അതിഥി ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അവൾ ഏകാകിനിയായി ആശ്രമത്തിൽ കഴിഞ്ഞുവരികയാണ്. ആ അവസരത്തിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. ഭഗവത് ദർശോത്സുകനായ ശബരിയും ഭഗവാൻ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചുവെന്നറിഞ്ഞ ദിവസം മുതൽ ഓരോ ദിവസവും അവിടുത്തെ ദർശനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞുവരികയാണ്. ഓരോ ദിവസവും പ്രഭാതമായാൽ ഇന്ന് ഭഗവാൻ തന്റെ ആശ്രമത്തിൽ വരുമെന്ന പ്രതീക്ഷയോടെ ഭഗവാനെ സ്വീകരിക്കാനും സൽക്കരിക്കാനും വേണ്ടുന്ന പദാർത്ഥങ്ങളൊക്കെ ഒരുക്കിവെക്കും. അങ്ങനെ വളരെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഭഗവാൻ ശബരിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്. ഭഗവാനെ സൽക്കരിക്കാൻ വേണ്ടി ധാരാളം പഴങ്ങളും പുഷ്പങ്ങളും ചില വിശേഷപ്പെട്ട കിഴങ്ങുകളുമൊക്കെ അവൾ ഒരുക്കിവെച്ചിട്ടുണ്ടായിരുന്നു. ഭഗവത് ദർശനം കൊണ്ട് ചരിതാർത്ഥയായ ശബരി ഭക്തിയോടുകൂടും വണ്ണം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പാദപൂജ ചെയ്ത് സൽക്കരിച്ചു. ശബരി കേവലം ശാസ്ത്രാഭ്യാസമൊന്നുമില്ലാത്ത പ്രാകൃതയാണെങ്കിലും അത്യന്ത ഭക്തയും സംസാരത്തിൽ നിന്ന് നിശേഷവും വിട്ട് ഈശ്വരധർമ്മത്തിൽ മുഴുകിയവളുമാകയാൽ അവളുടെ എല്ലാ സൽക്കാരങ്ങളെയും ഭഗവാൻ വളരെ ആസ്വദിച്ചു. താൻ കടിച്ച് രുചി നോക്കിയ പഴങ്ങളെപ്പോലും ശബരി ഭഗവാന് നിവേദിച്ചു. താൻ കടിച്ചത് മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന കഥ അവൾക്കറിഞ്ഞുകൂടാ. നല്ല മധുരമുള്ള പഴങ്ങളായിരിക്കണം ഭഗവാന് നിവേദിക്കുന്നതെന്ന് അവൾ കരുതിയിട്ടുണ്ടായിരുന്നു. ഏതാണ് മധുരമുള്ളതെന്നറിയാൻ വേണ്ടിയാണ് അവൾ കടിച്ചു നോക്കിയത്. അതിനാൽ അവൾ കടിച്ച് എച്ചിലാക്കിയ പഴങ്ങളിലും ഭഗവാന് അവജ്ഞയുണ്ടായില്ലെന്ന് മാത്രമല്ല, മതിപ്പു തോന്നി അവയെ സന്തോഷപുരസരം അവിടുന്ന് സ്വീകരിച്ചനുഭവിക്കുകയും ചെയ്തു. ആ ദിവസം മുഴുവൻ ശബരിയുടെ അപേക്ഷപ്രകാരം ഭഗവാൻ അവിടെത്തന്നെ വിശ്രമിച്ചു കഴിച്ചുകൂട്ടി. പല വിഷയങ്ങളെപ്പറ്റിയും ശബരി ഭഗവാനുമായി സംഭാഷണം നടത്തി. കൂട്ടത്തിൽ രസകരമായ ചിലതിനെപ്പറ്റിയും സംഭാഷണമുണ്ടായി. ശബരി ചോദിക്കുകയാണ്, ഭഗവാനെ, വിദ്യാഭ്യാസം, കുലമഹിമ, സത്സംഗം, സദാചാരനിഷ്ഠ, തപപ്രൗഢി എന്നിവയൊക്കെയുള്ള യോഗ്യന്മാരായവർക്കും കൂടി അങ്ങയുടെ ദർശനവും സമ്പർക്കവും വളരെ ദുർലഭമാണല്ലോ. അങ്ങനെയുള്ള മഹാത്മാക്കൾ കൂടി ഒരു നോക്ക് അങ്ങയെ ദർശിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മിക്കപ്പോഴും അവർക്ക് പോലും സാധിക്കാറില്ല എന്നിരിക്കെ അതൊന്നുമില്ലാത്ത വെറും പ്രാകൃതയും നീചയുമായ ഇവൾക്കെങ്ങനെയാണ് അവിടുത്തെ ദർശനം ഇത്രയും സുലഭമായി തീർന്നത്? അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, ഈശ്വരപ്രാപ്തിക്ക് സംസാരനിവൃത്തിയും ഈശ്വരപ്രേമവുമാണ് ആവശ്യം. അവ രണ്ടുമുണ്ടാവാനാണ് മറ്റെല്ലാം ചെയ്യുന്നത്. പലതും ചെയ്തിട്ടും പറയപ്പെട്ട 2 ഗുണങ്ങൾ തികഞ്ഞിട്ടില്ലാത്തവരാണ് പലരും. അതുകൊണ്ടാണ് ഈശ്വരൻ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ഒന്നും ചെയ്യാതെ തന്നെ പ്രസ്തുത 2 ഗുണങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരനുമായി അടുത്തു കഴിഞ്ഞു. ഇതാണ് കാര്യം. ജന്മാന്തര സുഹൃതത്താൽ ഭാഗ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നിനക്കവ രണ്ടുമുണ്ടായി.
അതിനാൽ നീ ഈശ്വരനുമായി അടുത്തു. ഇതാണ് കാര്യം. നീചജന്മം, സ്ത്രീത്വം, പ്രാകൃതത്വം എന്നിവ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണെങ്കിലും സുഹൃതാതിരേകത്താൽ അവ തന്നെ നിനക്ക് ഈശ്വരപ്രാപ്തിക്കുള്ള ഉപകരണങ്ങളായി. തീവ്രവൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും പരമപ്രേമം കൊണ്ട് ഈശ്വരപ്രാപ്തിയും ഇവ രണ്ടും ഒരേ സമയത്തുണ്ടാവേണ്ടതാണ്. ഒന്നുണ്ടായാൽ രണ്ടും സംഭവിക്കും. അഭ്യസിച്ചുണ്ടാക്കാൻ എളുപ്പം ഭക്തിയാണ്. വേണ്ട പോലെ വളർത്തപ്പെട്ട 9 അഭ്യസ്തോപാധികളിൽ കൂടെ ഭഗവത് ഭക്തി വളരെ വേഗത്തിൽ ഉണ്ടായി വളർന്ന് വികസിച്ച് പരപക്വാവസ്ഥയെ പ്രാപിക്കും. സത്സംഗം, ഈശ്വരകഥാലാപം, ഈശ്വരമഹിമാനുകീർത്തനം, ഭഗവത് തത്വവ്യാഖ്യാനം, ഈശ്വരബുദ്ധിയോടെയുള്ള ഗുരുസേവ, യമനിയമാദ്യനുഷ്ഠാനം, ഭഗവദാസ്യനിഷ്ഠ, മന്ത്രോപാസനം, സജ്ജനങ്ങളിലും സർവജീവികളിലും ഈശ്വരബുദ്ധി ഹേതുവായിട്ടുണ്ടാവുന്ന അഭേദമായ സാമ്യഭാവം, ശമദമങ്ങളിൽ കൂടെ വിഷയനിവൃത്തി, തത്വവിചാരം, ഇവയാണ് പറയപ്പെട്ട 9 ഉപാധികൾ. സ്ത്രീ ത്വംപുസ്തങ്ങളോ ബാല്യവാർദ്ധക്യങ്ങളോ ജാതിനാമാദികളോ ഒന്നും തന്നെ ഭക്തിക്ക് ബാധകമല്ല. പറയപ്പെട്ട 9 ഉപാധികളിൽ കൂടെ സംസാര നിവൃത്തിയും ഈശ്വരപ്രേമവും വളർന്നാൽ അവൻ ധന്യനായി. ഭാഗ്യം കൊണ്ട് നിനക്കത് സാധിച്ചു. അതാണ് ഭഗവദർശനത്തിന് നിനക്ക് തടസ്സമില്ലാതായത്. ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചും ഭാഗ്യവതിയായ ശബരി ഭഗവാനുമായി സംഭാഷണം നടത്തി. അവസാനമായി ഭഗവാൻ ശബരിയോടും സീതാവൃത്താന്തത്തെക്കുറിച്ച് ചോദിച്ചു. സർവജ്ഞനും എല്ലാവരുടെയും എല്ലാ രൂപത്തിലുള്ള അറിവിനും സാക്ഷിയായ ഭഗവാനോട് താൻ എന്താണ് അറിയിക്കേണ്ടതെന്നറിയാതെ ശബരി വിഷമിച്ചു. എങ്കിലും അവസാനം ഋഷിമൂകാചലത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. അവിടെ ചെന്ന് സുഗ്രീവനെ കണ്ടാൽ സുഗ്രീവൻ മുഖേന എല്ലാം അറിയാനിടവരുമെന്നും പറഞ്ഞുകൊടുത്തു. അങ്ങനെ അന്നു മുഴുവൻ ശബരിയുടെ പുണ്യാശ്രമത്തിൽ കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ ശബരിയെ അനുഗ്രഹിച്ച് യാത്രയും പറഞ്ഞു. അവളുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനോടുകൂടി ഋഷ്യമൂകാചലത്തേക്ക് യാത്രയായി. ശബരി കാണിച്ചുകൊടുത്ത മാർഗത്തിൽ കൂടെ തന്നെ നേരെ തെക്കോട്ട് നടക്കാൻ തുടങ്ങി. ഇവിടെയാണ് ആരണ്യകാന്ഡം അവസാനിക്കുന്നത്. സംസാരത്തെ സാമാന്യമായാണ് അരണ്യമെന്ന് പറഞ്ഞത്. സംസാരധർമ്മങ്ങളുടെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഉച്ചാവസ്ഥയെയാണ് ദണ്ഡകാരണ്യമെന്ന് പറഞ്ഞിരിക്കുന്നതെന്നും ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ. വാസ്തവത്തിൽ ആധ്യാത്മികനായ ഒരാൾ പിന്നെ സംസാരത്തിലേക്കിറങ്ങേണ്ട കാര്യമില്ല. പക്ഷേ അനുഭവിക്കേണ്ടിയിരിക്കുന്ന പ്രാരാബ്ധങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുകയല്ലാതെ എന്തു ചെയ്യും? അയോധ്യാവാസിയായ രാമൻ കാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. രാജധാനിയിലിരുന്നാൽ മതി. എന്നാൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അച്ഛന്റെ സത്യം പരിപാലിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ആര് തന്നെ വിചാരിച്ചാലും അതിനെ തടയാൻ വയ്യ. ജന്മാന്തര പ്രാരബ്ധം തന്നെ അച്ഛന്റെ സത്യം. ജ്ഞാനിയോ ഭക്തനോ ആരായാലും പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണം. അപ്പോൾ ആധ്യാത്മികനായാലും പ്രാരബ്ധഭുക്തിക്ക് സംസാരത്തിലിറങ്ങുക തന്നെ വേണം. അതാണ് വനവാസത്തിന്റെ തന്നെ തത്വം. കാട്ടിൽ വന്ന് പല സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ ചിത്രകൂടത്തിലാണ് താമസമുറപ്പിച്ചത്. അവിടെ പറയത്തക്ക കുഴപ്പമൊന്നുമുണ്ടായിരുന്നില്ല. അവിടെ തന്നെ താമസിച്ചതായിരുന്നെങ്കിൽ സീതാവിരഹം തുടങ്ങിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലെന്നുകൂടി കരുതണം. അയോധ്യയിൽ നിന്ന് ഇടയ്ക്കൊക്കെ ആളുവരുന്നത് ഉപദ്രവമാണെന്ന് കരുതി നിസ്സാരമായ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സർവ്വ ഉപദ്രവങ്ങളും നിറഞ്ഞ് ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നത്. ഇങ്ങനെയാണല്ലോ കഥാഗതി. നിസ്സാരമായ ഏതെങ്കിലും ഒരു ദുഃഖത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഭയങ്കരങ്ങളായ അനേകം ദുഃഖങ്ങളെ അനുഭവിക്കാൻ തയ്യാറാവലാണ് സംസാരത്തിലെ സ്വഭാവം. സംസാരധർമ്മത്തിന്റെ മൂർധന്യദശയാകുന്ന ദണ്ഡകാരണ്യത്താൽ പല ഉപദ്രവങ്ങളെയും സഹിച്ചുകൊണ്ട് കുറച്ചുകാലം കഴിച്ചുകൂട്ടിയപ്പോഴേക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ജടായുവും ബ്രഹ്മവിദ്യയാകുന്ന സീതയും എല്ലാം നഷ്ടപ്പെട്ടു. അധ്യാത്മധർമ്മനിരതനായ ഒരാൾ പ്രാരബ്ധഹേതുവായി സംസാരത്തിലേക്ക് ഇറങ്ങിവരികയും സംസാരഭുക്തികൊണ്ട് തന്റെ ജ്ഞാനവൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും ആധ്യാത്മികത്വം തന്നെയും നഷ്ടപ്പെടേണ്ടി വന്നാലത്തെ അവസ്ഥ എത്ര ദയനീയമാണ്. ആ അവസ്ഥയെയാണിവിടെ വിരഹാർത്തനായി നിലവിളിച്ചുകൊണ്ട് കാറ്റിൽ കൂടെ ചുറ്റി നടക്കുന്ന ശ്രീരാമചന്ദ്രനിൽ കൂടെ ചിത്രീകരിച്ചുപന്യസിച്ചിരിക്കുന്നത്. അധ്യാത്മസാധനങ്ങളിൽ കൂടെ എന്തെല്ലാം വളർന്നുവോ, എത്രത്തോളം ഉയർന്നുവോ അതെല്ലാം നഷ്ടപ്പെട്ടു. ബാലപാഠം മുതൽക്കിനി വീണ്ടും ആരംഭിക്കണമെന്നാണിരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പഠിച്ചു മറന്ന പാഠത്തെ രണ്ടാമതും പഠിച്ചുറപ്പിക്കുക എന്നത് ആയാസം കുറഞ്ഞ പണിയാണെന്ന് പറയാം. എങ്കിലും ആദ്യം മുതൽ പഠിക്കേണ്ടതായിട്ടാണിരിക്കുന്നത്. ആധ്യാത്മസാധനയിലേക്കിറങ്ങുന്ന ഒരാൾക്ക് ആദ്യമുണ്ടാവേണ്ടിയിരിക്കുന്നത്
ഈശ്വരവിശ്വാസവും ഭക്തിയുമാണ്. അത് ജ്ഞാനം കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അന്ധമോ പ്രാകൃതമോ ആയ ഭക്തി ആയാൽ കൂടെ തെറ്റില്ല. പക്ഷേ അതിന് ദൃഢതയുണ്ടാവണമെന്ന് മാത്രമേയുള്ളൂ. അങ്ങനെ ആദ്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നതും ഉണ്ടാവുന്നതുമായ പ്രാകൃത ഭക്തിയെയാണിവിടെ ശബരിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാം നശിച്ച ആധ്യാത്മികൻ വീണ്ടും ആദ്യം ഭക്തിയെ വളർത്തുകയാണ് വേണ്ടത്. ഭക്തി വളർന്നാൽ വിവേകമുണ്ടാവുകയും അവിവേകം നശിക്കുകയും ചെയ്യും എന്നിങ്ങനെയുള്ള തത്വസ്വരൂപങ്ങളെ പ്രാപിച്ചുകൊണ്ടാണ് ആരണ്യകാണ്ഡം അവസാനിപ്പിക്കുന്നത്.